എല്ലാവർക്കും ന്യൂട്രിയൻസിന്റെ ക്ലാസ്സിലേക്ക് സ്വാഗതം. മിസ് ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ 8ാം ക്ലാസ്സിലെ 8ാമത്തെ പാഠമായ റേഷ്യോസ് അഥവാ അംശബന്ധം എന്ന് പറയുന്ന ചാപ്റ്റർ ആയിട്ടാണ്. അപ്പൊ ഭയങ്കര സിമ്പിൾ ചാപ്റ്റർ ആണ്. ആൻഡ് ഈ ചാപ്റ്ററിലെ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ്, ടെക്സ്റ്റ് ബുക്ക് ക്വസ്റ്റ്യൻസ് എല്ലാം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യും. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ? യെസ്. അപ്പൊ റേഷ്യോസ് അഥവാ അംശബന്ധം എഴുതാൻ നമ്മൾ ആദ്യം പഠിച്ചു അല്ലെ? എങ്ങനെയാണ്? A:B എന്ന് പറയുന്ന ഫോമിലാണ് നമ്മൾ റേഷ്യോസ് എഴുതുന്നത് അല്ലെ, അംശബന്ധം എഴുതുന്നത്. ഈ ഒരു A:B എന്ന് പറയുന്ന റേഷ്യോയിനെ നമുക്ക് ഫ്രാക്ഷൻ ആയിട്ടും എഴുതാൻ പഠിച്ചു അല്ലെ? എങ്ങനെയാണ്? A/B എന്ന് എഴുതാമെന്ന് പഠിച്ചു. ദാറ്റ് മീൻസ് 1:2 എന്ന് പറയുന്ന അംശബന്ധത്തിന് എങ്ങനെ എഴുതാം? 1/2 എന്ന് എഴുതാം. ഓക്കെ. അപ്പോ ഈ ഒരു റേഷ്യോ അല്ലെ, ഒരു റേഷ്യോ തന്നു കഴിഞ്ഞാൽ അവനെ ഫ്രാക്ഷൻ ആയിട്ട് എഴുതാമെന്ന് നമ്മൾ പഠിച്ചു. അതിനുശേഷം പഠിച്ചത് എന്താണ്? റേഷ്യോ അഥവാ അംശബന്ധം ഏറ്റവും ചെറിയ ഫോമിലാണ് നമ്മൾ എഴുതുന്നത് അല്ലെ, ഏറ്റവും ചെറിയ രൂപത്തിലാണ് എഴുതുന്നത്. ഫോർ എക്സാമ്പിൾ 6:10 എന്ന് പറയുന്ന അംശബന്ധം എഴുതിയിട്ടുണ്ട്. ഇവനെ ചെറിയ ഫോമിലേക്ക് മാറ്റണം. നോക്കിക്കേ, 6ഉം 10ഉം എന്തിന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിളിലുണ്ട്? 2ന്റെ ഗുണനങ്ങളാണ് അല്ലെ. അപ്പൊ നോക്കാം, 6ന് നമുക്ക് 2x3 എന്നും 10ന് നമ്മൾക്ക് 2x5 എന്ന് എഴുതാൻ പറ്റും അല്ലെ. നോക്കി, ലെഫ്റ്റിലും റൈറ്റിലും 2 കോമൺ ആയിട്ടുണ്ട്. 2നെ അങ്ങ് വെട്ടിക്കളഞ്ഞാൽ ബാക്കി 3:5. ഓക്കെ ആണല്ലോ. അതായത് 6:10 എന്ന് പറയുന്ന റേഷ്യോയിനെ നമ്മൾ ഏറ്റവും ചെറിയ രൂപത്തിലേക്കാക്കി 3:5. ഓക്കെ. അപ്പൊ ഈ 2 കാര്യങ്ങളാണ് നമുക്ക് മെയിൻ ആയിട്ട് ഈ ഒരു ചാപ്റ്ററിൽ. അല്ലെങ്കിൽ റേഷ്യോസ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചാൽ എന്താ പറയാ? റേഷ്യോസ് നമുക്ക് ഫ്രാക്ഷനിലേക്ക് മാറ്റി എഴുതാൻ സാധിക്കും. അതുപോലെ തന്നെ ഏറ്റവും ചെറിയ രൂപത്തിൽ, ഏറ്റവും ചെറിയ ഫോമിലാണ് റേഷ്യോസ് എഴുതുന്നത്. ഈ 2 കാര്യങ്ങൾ വെച്ചിട്ടാണ് ഈ ചാപ്റ്റർ അങ്ങ് റൺ ചെയ്യുന്നത്. നമുക്ക് നേരെ ഫസ്റ്റ് ക്വസ്റ്റിലോട്ട് പോയാലോ? ഓക്കെ. അപ്പൊ അതിന് മുൻപ് ടെക്സ്റ്റ് ബുക്കിലെ ക്വസ്റ്റിലേക്ക് എത്തുന്നതിന് മുൻപ് മിസ് 2 ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എക്സാമ്പിൾ ആയിട്ട് ചെറിയൊരു 5 മിനിറ്റ് എടുക്കത്തുള്ളൂ. ഓക്കെ. ജസ്റ്റ് ആ ഒരു ബേസിക് ഒന്ന് പറഞ്ഞതിന് ശേഷം നമുക്ക് ടെക്സ്റ്റിലെ ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. ഓക്കെ. അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നല്ല മഞ്ഞ കളറിൽ ഒരു റെക്ടാങ്കിൾ തന്നെ വന്നിട്ടുണ്ട്. ആൻഡ് ഈ റെക്ടാങ്കിളിന്റെ ലെങ്ത്തും ബ്രെഡ്ത്തും, നീളവും വീതിയും അവിടെ അടയാളപ്പെടുത്തിയിട്ട് നമുക്കൊന്ന് എടുത്ത് എഴുതിയാലോ? ഓക്കെ. അപ്പോ ഈ റെക്ടാങ്കിളിന്റെ മഞ്ഞ ആയതുകൊണ്ട് നമുക്ക് മഞ്ഞ കളർ തന്നെ എടുക്കാം അല്ലെ. ഓക്കെ. ലെങ്ത് അഥവാ നീളം, ലെങ്ത് നീളം എത്രയാണ് തന്നിരിക്കുന്നത്? L is equal to 2 cm തന്നിട്ടുണ്ട്. ആൻഡ് ബ്രെഡ്ത്ത് വീതി എത്രയാ തന്നിരിക്കുന്നത്? വീതി നമ്മൾ B എന്നാണ് ലെറ്റർ ഡിനോട്ട് ചെയ്യുന്നത്, 1 സെന്റിമീറ്റർ എന്നും തന്നിട്ടുണ്ട്. എന്നിട്ട് ചോദിക്കാണ് ഇവന്റെ നീളം ഈസ്റ്റു വീതി റേഷ്യോ കണ്ടുപിടിക്കണം, അംശബന്ധം. അതായത് L:B കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ലെങ്ത് എത്രയാണ്? 1:2. ബ്രെഡ്ത്ത് എത്രയാണ്? സോറി, ലെങ്ത് 2 അല്ലേ. ഓക്കെ. ലെങ്ത് എത്രയാണ്? 2:2. ലെങ്ത് 2 ആൻഡ് ബ്രെഡ്ത്ത് അല്ലെ. ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് 3. പെട്ടെന്ന് മിസ്സിന് കൺഫ്യൂഷൻ ആയി പോയി. ഓക്കെ. അപ്പൊ എന്താണ്? ലെങ്ത് ഈസ്റ്റു ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് അല്ലെ. ലെങ്ത് എത്രയാണ്? 2:1 എന്ന് പറയുന്ന റേഷ്യോയിലാണ് എന്ത് വരുന്നത്? ലെങ്ത് ഈസ്റ്റു ബ്രെഡ്ത്ത്. തിരിഞ്ഞെഴുതരുത് കേട്ടോ. എന്താണോ ചോദിച്ചിരിക്കുന്നത് അവനെ ആദ്യം എഴുതണം. ഓക്കെ. അപ്പൊ ഇത് ക്ലിയർ ആണല്ലോ. ഇനി നമ്മളോട് നേരെ തിരിച്ചു ചോദിക്കുകയാണ്, ബ്രെഡ്ത്ത് ഈസ്റ്റു ലെങ്ത് എത്രയാണ് അല്ലെ. വീതി ഈസ്റ്റു നീളം ചോദിച്ചാൽ വീതി എത്രയാണ്? 1:2. നീളം എത്രയാണ്? 2. കണ്ടോ? അപ്പോ എന്താണോ ചോദിച്ചിരിക്കുന്നത് അതേ മോഡൽ അല്ലെ, അതേ രീതിയിൽ തന്നെ വേണം നമ്മൾ റേഷ്യോസ് എഴുതാനായിട്ട്, അംശബന്ധം എഴുതാനായിട്ട്. ആൻഡ് മഞ്ഞ കളറിലെ അല്ലെ, ഈ ഒരു യെല്ലോ കളറിലെ നമ്മുടെ കഴിഞ്ഞു റെക്ടാങ്കിളിന്റെ. ഇനി നമുക്ക് ബ്ലൂ കളർ റെക്ടാങ്കിൾ. ഓക്കെ. ഇത് പറയുമ്പോഴേ നമ്മളൊരു ടങ് ട്വിസ്റ്റർ ഇല്ലേ, റെഡ് ബൾബ്, ബ്ലൂ ബൾബ്, ഞാൻ പതിയെ പറയുന്നുള്ളൂ. ഓക്കെ. പെട്ടെന്ന് അതാണ് ഓർമ്മ വന്നത്. ഓക്കെ. അപ്പൊ എന്തായാലും ബ്ലൂ കളർ റെക്ടാങ്കിൾ തന്നിട്ടുണ്ട്. അവന്റെ കാര്യങ്ങൾ കൂടി നമുക്ക് നോക്കിയേക്കാം. യെസ്. ഇവന്റെ ലെങ്ത് അഥവാ നീളം എല്ലാം ഒന്ന് എടുത്ത് ചെയ്താട്ടോ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട്. ഓക്കെ. ബ്ലൂ ആയതുകൊണ്ട് ഞാൻ ബ്ലൂ തന്നെ കൊടുത്തേ. ലെങ്ത് നീളം എത്ര സെന്റിമീറ്റർ ആണ് തന്നിരിക്കുന്നത്? 12 സെന്റിമീറ്റർ. ആൻഡ് ബ്രെഡ്ത്ത് വീതി അതായത് B എന്ന് പറയുന്നത് 8 സെന്റിമീറ്ററും തന്നിട്ടുണ്ട്. എന്നിട്ട് ചോദിക്കുകയാണ് ലെങ്ത് ഈസ്റ്റു ബ്രെഡ്ത്ത് കണ്ടുപിടിക്കണം. ഓക്കെ. ലെങ്ത് ഈസ്റ്റു ബ്രെഡ്ത്ത്. ലെങ്ത് എത്രയാ? 12 ഈസ്റ്റു ബ്രെഡ്ത്ത് എത്രയാ? 8. ഇവനെ ചെറുതാക്കാൻ പറ്റുമല്ലോ. 12ഉം 8ഉം എന്തിന്റെ ടേബിളിലുണ്ട്? 4ന്റെ ടേബിളിലുണ്ട് അല്ലെ. 12 എന്ന് പറയുന്നത് 4x3ഉം 8 എന്ന് പറയുന്നത് 4x2ഉമാണ്. ലെഫ്റ്റിലും റൈറ്റിലും 4 ഉണ്ട്. ഞാൻ വെട്ടിക്കളഞ്ഞു, ബാക്കി കാണാൻ പറ്റുന്നില്ല. നമുക്ക് വൈറ്റ് കളറാക്കാമെന്ന് 3:2 എന്ന് പറയുന്ന റേഷ്യോയിലേക്ക് എഴുതാൻ സാധിക്കും. ഓക്കെ. ഇനി നേരെ തിരിച്ചു ചോദിക്കുകയാണ് ബ്രെഡ്ത്ത് ഈസ്റ്റു ലെങ്ത് അല്ലെ. തിരിച്ചു ചോദിച്ചാലും എന്ത് വരും? ബ്രെഡ്ത്ത് ഈസ്റ്റു ലെങ്ത് എന്ന് വെച്ചാൽ നേരെ തിരിച്ചു വരും അല്ലെ.
2:3 എന്നാകും. ഇതേ രീതിയിൽ തന്നെ കണ്ടുപിടിക്കാം. അപ്പോൾ ഈ റേഷ്യോന്റെ വളരെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. അത് മനസ്സിലായെന്ന് തോന്നുന്നു. സെറ്റ് അല്ലേ? ഓക്കെ, ഇനി നമുക്ക് ടെക്സ്റ്റ് ബുക്കിലെ ക്വസ്റ്റ്യൻസിലേക്ക് കിടക്കാം. റെഡി എല്ലാവരും? യെസ്, റെഡി എന്ന് പറഞ്ഞില്ലേ? പറഞ്ഞു തോന്നുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഭയങ്കര സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഇവന്റെ റേഷ്യോസ് കണ്ടുപിടിക്കണം. അളവുകൾ തന്നിട്ടുണ്ട്. സ്മോളർ ടു ലാർജർ, ചെറുത് ഈസ് വലുതാണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ രണ്ട് സബ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഓക്കെ, നമുക്ക് ഒന്ന് എഴുതിയേക്കാം. ചെറുത് ഈസ് വലുത്. ദ സ്മോളർ ഈസ് ടു ലാർജർ, സ്മോളർ ഈസ് ടു ലാർജർ, ചെറുത് ഈസ് വലുത്. ഇവിടെ നോക്കി, 4 ആണോ 12 ആണോ ചെറുത്? 4. അപ്പോൾ 4:12. ഇവിടെ വെച്ച് അവസാനിപ്പിക്കാവോ? ഇല്ല, 4നെയും 12നെയും ഒന്നുകൂടി ചെറുതാക്കാൻ പറ്റും അല്ലെ? റേഷ്യോസ് നമ്മൾ ഏറ്റവും ചെറിയ അല്ലെ സ്മോളസ്റ്റ് ഫോമിലേക്കാണ് എഴുതുന്നത്. 4ഉം 12ഉം 4ന്റെ ടേബിളിലുണ്ട്. 4 × 1 ആണ് 4, 4 × 3 ആണ് 12. ലെഫ്റ്റിലെയും റൈറ്റിലെയും 4 കട്ട് ചെയ്ത് കളഞ്ഞാൽ കിട്ടി 1:3. സെറ്റാണോ? നമ്മളെ പറ്റിക്കാനായിട്ടേ ക്വസ്റ്റ്യൻ ചോദിക്കും. നമുക്ക് ചെറുതും വലുതും തന്നിട്ടുണ്ടാവും. ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് വലുത് ഈസ് ചെറുതായിരിക്കും. അപ്പോൾ ആദ്യം 12 എഴുതണം കേട്ടോ, മാറിപ്പോവരുത് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കാം. അതുപോലെ തന്നെ റെക്റ്റാങ്കിളിന്റെ കേസൊക്കെ വരുമ്പോൾ ലെങ്ത് ഈസ് ബ്രെഡ്ത്ത് ആയിരിക്കും നമുക്ക് തന്നിരിക്കുന്നത് ക്വസ്റ്റ്യനിൽ. ചിലപ്പോൾ ഫൈനൽ ആൻസർ എല്ലാം കഴിഞ്ഞിട്ട് ചോദിക്കുന്നത് ചിലപ്പോൾ ബ്രെഡ്ത്ത് ഈസ് ലെങ്ത് എന്നായിരിക്കും. അപ്പോൾ എപ്പോഴും ക്വസ്റ്റ്യൻ നന്നായിട്ട് മനസ്സിലാക്കി വായിച്ചു വേണം കേട്ടോ ഫൈനൽ ആൻസറിലേക്ക് എത്താനായിട്ട്. ജസ്റ്റ് ഒന്ന് ഓർത്തപ്പോൾ മിസ് പറഞ്ഞെന്നുള്ളൂ. നമുക്കപ്പോൾ നേരെ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോയാലോ? ഓക്കെ, നെക്സ്റ്റ് 8 ലിറ്ററും 20 ലിറ്ററും. വീണ്ടും എന്ത് തന്നെയാണ്? ചെറുത് ഈസ് വലുത് തന്നെയാണ് അല്ലേ? സെയിം ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് ചെറുത് ഈസ് വലുത്, സ്മോളർ ഈസ് ലാർജർ നോക്കാം. ചെറുത് 8 ആണ്, 8:20. എഗെയിൻ ഇവർ രണ്ടുപേരും 4ന്റെ മൾട്ടിപ്പിൾ ആണ്. നമുക്ക് ചെറുതാക്കി എഴുതാൻ പറ്റും. 4 × 2 ആണ് 8, 4 × 5 ആണ് 20. ലെഫ്റ്റിലും റൈറ്റിലും 4 ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞു. ഉത്തരം 2:5. എങ്ങനെയുണ്ട്? സൂപ്പർ ക്വസ്റ്റ്യൻ. എന്ത് സിമ്പിൾ അല്ലേ? ഓക്കെ, ചിലപ്പോൾ ഓപ്ഷൻസിൽ അല്ലെങ്കിൽ ഓപ്ഷൻ ക്വസ്റ്റ്യൻ 1 മാർക്ക് ക്വസ്റ്റ്യന് ചോദിക്കാൻ സാധ്യതയുണ്ട് കേട്ടോ. അവിടെയും ശ്രദ്ധിക്കുക. ചെറുത് ഈസ് വലുത് തന്നിട്ട് നമ്മളോട് തിരിച്ചു ചോദിക്കും. ചിലപ്പോൾ വലുത് ഈസ് ചെറുതാണോ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ മാറിപ്പോരുന്നിട്ട് 1 മാർക്കിന്റെ ചോദ്യം 1 മാർക്ക് നേരെ നമുക്ക് വേണേ. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോയാലോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. യെസ്, ഇനിയാണ് അല്ലേ എക്സും വൈയും ഒക്കെ, വൈ ഇല്ല എക്സുകളൊക്കെ വരുന്നൊരു ക്വസ്റ്റ്യൻ ആണ്. അതായത് ഓൾജീബ്ര ഫോമുല അല്ലേ? ഓൾജീബ്ര എല്ലാം വരുന്നൊരു ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് നോക്കിക്കാം. ദി റേഷ്യോ ഓഫ് ദി ഇന്നർ ആൻഡ് ഔട്ടർ ആംഗിൾസ് ഓഫ് എ റെഗുലർ പോളിഗൺ 7:2 ആണ്. ഹൗ മച്ച് ഈച്ച് ആംഗിൾ? അതായത് ഒരു റെഗുലർ പോളിഗണിന്റെ പ്രത്യേകത എല്ലാ സൈഡും ഈക്വൽ ആണ്, അതുപോലെ തന്നെ എല്ലാ ആംഗിൾസും ഈക്വൽ ആണ്. ഓക്കെ, അപ്പോൾ ഇന്നർ ആംഗിളിന്റെയും ഔട്ടർ ആംഗിളിന്റെയും റേഷ്യോ തന്നിട്ടുണ്ട്. എത്രയാണ്? 7:2. അതായത് അകം കോണും പുറം കോണും തമ്മിലുള്ള അംശബന്ധം 7:2 തന്നു. വേറെ ഒന്നും തന്നിട്ടില്ല. ആ 2 ആംഗിൾസ് അങ്ങ് കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കിയേക്കാം. തന്നിരിക്കുന്ന ആംഗിൾസ് നമുക്ക് എപ്പോഴും ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്ന പോലെ തന്നെ, അല്ലെങ്കിൽ ക്വസ്റ്റ്യനിൽ എന്തൊക്കെ തന്നിട്ടുണ്ടോ അതെല്ലാം നമുക്കൊന്ന് എടുത്ത് എഴുതണം. ഓക്കെ, മാത്സ് എപ്പോഴും എഴുതുമ്പോൾ അതുപോലെ തന്നെ ചെയ്യണം കേട്ടോ. സ്റ്റെപ്സ് ക്വസ്റ്റ്യനിൽ എന്തൊക്കെ തന്നിട്ടുണ്ടോ അതെല്ലാം ഒന്ന് എടുത്ത് എഴുതണം. അപ്പോൾ നോക്കിയേക്കാം. നമുക്ക് തന്നിരിക്കുന്നത് ഇന്നർ ആംഗിൾ അകം കോൺ ഈസ് പുറം കോൺ. അപ്പോൾ നമുക്ക് എഴുതിയേക്കാം. ഇന്നർ ആംഗിൾ ഈസ് ടു ഔട്ടർ ആംഗിൾ. ഇന്നർ ആംഗിൾ ഈസ് ടു ഔട്ടർ ആംഗിൾ 7:2 ആണ് അല്ലെ? ഈ 7:2 എന്ന് പറയുന്ന റേഷ്യോ കിട്ടിയത് ഇതുപോലെ നേരത്തെ നമ്മൾ ചെയ്ത ക്വസ്റ്റ്യനിൽ 2:5 കിട്ടിയത് സെയിം അല്ലെ? കോമൺ ആയിട്ടുള്ള ഏതോ ഒരു നമ്പർ കൊണ്ട് ഇവരെ ഇൻറ്റു ചെയ്തപ്പോഴാണ് അളവിലേക്ക് മാറുന്നത് അല്ലെ? 2:5 എന്ന് പറയുന്ന അംശബന്ധത്തിനെ 4 കൊണ്ട് രണ്ടുപേരെയും ഇൻറ്റു ചെയ്തപ്പോൾ അളവിലോട്ട് മാറി. 8 ലിറ്റർ 20 ലിറ്ററിനായി. അതുപോലെ തന്നെയാണ് ഇവിടെ 7:2നെ ഏതോ ഒരു നമ്പർ നമുക്കറിയില്ല എന്തായിട്ട് എടുക്കണം, എക്സ് ആയിട്ട് എടുക്കണം. അപ്പോൾ 7 × എക്സും അതേ നമ്പർ കൊണ്ട് 2നെയും 2 × എക്സും ചെയ്യുമ്പോഴല്ലേ ആ മെഷർമെന്റ്സ് അഥവാ ആംഗിൾസ് കിട്ടുന്നത്. ഓക്കെ, അതാണ് ഇതിന്റെ ചുരുക്കം പറഞ്ഞാലുള്ള കഥ കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്നർ ആംഗിൾ എഴുതാം. റേഷ്യോ മാറി അതൊരു അളവിലേക്ക് മെഷറിലോട്ട് വരുമ്പോൾ 7 × ഏതോ ഒരു നമ്പർ ചെയ്യണം അല്ലേ? 7 × അറിയില്ല, ആ നമ്പർ എക്സ് ആയിട്ട് കൊടുത്തു. 7 × x 7x. ആൻഡ് ഔട്ടർ ആംഗിൾ
പുറം കോൺ എന്ന് പറയുന്നത് 2 ആണ്. അവൻ്റെ റേഷ്യോ അതേ നമ്പർ കൊണ്ട് 2നെയും ഇൻറ്റു ചെയ്യണം അല്ലേ, അതായത് 2 × x. ആ എക്സും എക്സും കട്ട് ചെയ്തപ്പോഴാണ് 7:2 എന്ന് വന്നത്. എക്സ് അറിയില്ല, കണ്ടുപിടിക്കാൻ പോകുന്നു. സ്റ്റാർട്ട് ചെയ്താലോ. ആൻഡ് വേറെ അളവുകൾ കാര്യങ്ങളൊന്നും തന്നിട്ടില്ല. പക്ഷെ നമുക്കൊരു കാര്യം പോളിഗണിൽ പഠിച്ചിട്ടുണ്ട്, ഫസ്റ്റ് ടൈം മറന്നു പോയായിരുന്നോ, വളരെ ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആയിരുന്നു. ഇന്നർ ആംഗിളും ഔട്ടർ ആംഗിളും കൂട്ടിയാൽ എത്ര ഡിഗ്രിയാണ്? 180 ഡിഗ്രി വരണം. ഓക്കെ, ഓർമ്മ വന്നോ? അതെ, ഓർമ്മ വന്നു. അതൊക്കെ അത്രേ ഉള്ളൂ അല്ലേ. ഓക്കെ, ഓർമ്മ വന്നാടാ, ഓർമ്മ വന്നു തോന്നണം അല്ലേ. ഇന്നർ ആംഗിൾ ഔട്ടർ ആംഗിൾ തമ്മിൽ കൂട്ടുമ്പോൾ എത്ര ഡിഗ്രിയാണ് വരേണ്ടത്? 180 ഡിഗ്രിയാണ് വരേണ്ടത്. അപ്പോൾ ഞാൻ എഴുതാൻ പോകുന്നു, ഇന്നർ ആംഗിൾ പ്ലസ് ഔട്ടർ ആംഗിൾ, അകം കോണും പുറം കോണും കൂട്ടുമ്പോൾ 180 ഡിഗ്രി ആണെന്ന് പഠിച്ചിട്ടുണ്ട്. ഇന്നർ ആംഗിൾ ഓൾറെഡി നമ്മൾ ഇവിടെ എഴുതിയിട്ടുണ്ട്. എത്രയാണ്? 7x. വെറുതെ എഴുതിയാൽ റേഷ്യോ മാത്രമാണ്, എക്സ് കൊണ്ട് ഇൻറ്റു ചെയ്യുമ്പോഴാണ് അതൊരു അളവിലേക്ക് മാറുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ 7x പ്ലസ് ഔട്ടർ ആംഗിൾ നമ്മൾ ഇതാ ഇവിടെ എഴുതിയിട്ടുണ്ട് 2x. ഈ 2x 7x ആണോ കണ്ടുപിടിക്കേണ്ടത്, ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി എന്ന് തോന്നുന്നു. നോക്കിക്കേ, 7x പ്ലസ് 2x അല്ലെ, 7 ലിപ്സ്റ്റിക്കും 2 ലിപ്സ്റ്റിക്കും കൂട്ടിയാൽ എത്ര ലിപ്സ്റ്റിക്കായി? 9 ലിപ്സ്റ്റിക്ക് അല്ലെ. അതായത് 7xും 2x കൂട്ടിയാൽ എത്ര x ആണ്? 9x. 9x is equal to 180 ഡിഗ്രി. എന്ത് കണ്ടുപിടിക്കണം? എക്സ് കണ്ടുപിടിക്കണം. സോ ഇൻറ്റു 9 ഈക്വൽ ടു അപ്പുറത്തോട്ട് കൊടുക്കുമ്പോൾ എന്താകും? ഇൻറ്റു എന്നുള്ളത് എന്താകും? ഹരണമാകും. ഡിവൈഡഡ് ബൈ 9. ഇത് 8ാം ക്ലാസ്സിലെ കുട്ടികളെ പഠിപ്പിക്കേണ്ട ആവശ്യമില്ലല്ലേ. സൊല്യൂഷൻ ഇക്വേഷൻ അല്ലേ, ഒരു ചാപ്റ്റർ നമ്മൾ പഠിച്ചിട്ടില്ലേ, സമവാക്യം പരിഹാരം. ഓക്കെ, അപ്പോൾ അതിൽ നമ്മൾ പലഹാരമല്ല കേട്ടോ, പരിഹാരം. ഞാൻ അങ്ങനെ തന്നെയല്ലേ പറഞ്ഞത്? അതെ. അപ്പോൾ എന്താണ് സൊല്യൂഷൻ ഓഫ് ഇക്വേഷൻസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നമ്മൾ ഓൾറെഡി എന്ത് പഠിച്ചിട്ടുണ്ട്? ഇൻറ്റു ഈക്വൽ ടുനോട്ട് പോകുമ്പോൾ ഈക്വൽ ടുന് അപ്പുറത്തോട്ട് പോകുമ്പോൾ ഡിവിഷൻ ആവും, ഡിവിഷൻ ഈക്വൽ ടുന് ഇപ്പുറത്തോട്ട് പോകുമ്പോൾ ഇൻറ്റു ആവും. എല്ലാ കാര്യങ്ങളും നമ്മൾ പഠിച്ചിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ അതാ ഇൻറ്റു 9 ഈക്വൽ ടു അപ്പുറത്തോട്ട് പോയപ്പോൾ ഡിവിഷനായി. ദാറ്റ് ഈസ് എക്സ് ഇസ് ഈക്വൽ ടു 180 ഡിവൈഡഡ് ബൈ 9. എത്ര വന്നു? 20 ഡിഗ്രി എന്ന് വന്നു. എക്സ് കിട്ടിയാൽ ഇനി ഇന്നർ ആംഗിളും ഔട്ടർ ആംഗിളും കണ്ടുപിടിക്കാമല്ലോ. ഓക്കെ ആണല്ലോ. ഓക്കെ, അപ്പോൾ അതാ നമുക്ക് നോക്കാം. ഇന്നർ ആംഗിൾ അകം കോൺ 7x ആണ്. ദാറ്റ് ഈസ് 7 ഇൻറ്റു x എത്ര വന്നു? 20 വന്നു. 7 ഇൻറ്റു 20 140 ഡിഗ്രി. അതാണ് അകം കോൺ. അതുപോലെ തന്നെ ഔട്ടർ ആംഗിളും കണ്ടുപിടിക്കാം. ഔട്ടർ ആംഗിൾ പുറം കോൺ, ഔട്ടർ ആംഗിൾ എത്ര x ആണ്? 2x ആയിരുന്നു. ദാറ്റ് ഈസ് 2 ഇൻറ്റു x എത്രയാണ്? 40 അല്ല 20. ഞാൻ ആൻസർ പറഞ്ഞല്ലേ. ഓക്കെ, ദാറ്റ് ഈസ് 2 ഇൻറ്റു 20 40 ഡിഗ്രി. ഞാൻ നോക്കിയേ, രണ്ടുപേരെ തമ്മിൽ കൂട്ടുമ്പോൾ കറക്റ്റായിട്ട് 180 തന്നെ വന്നില്ലേ. സിമ്പിൾ, കഴിഞ്ഞു. അപ്പോൾ ഇവനെ നോക്കി വെച്ചോളൂ, ചിലപ്പോൾ 2 മാർക്കിന് ചോദിക്കാൻ സാധ്യതയുണ്ട്. ഓക്കെ, നല്ലൊരു ക്വസ്റ്റ്യൻ. ഇന്ന് എടുക്കുന്ന എല്ലാ ക്വസ്റ്റ്യൻസും നല്ല ക്വസ്റ്റ്യൻസ് ആണ്. സോ നന്നായി തന്നെ ഈ ക്വസ്റ്റ്യൻസ് എല്ലാം നോക്കാം. ഓക്കെ, ഞാൻ അധികം കഥ പറയുന്നില്ല, നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യാനുണ്ട്. അതുകൊണ്ട് ഞാൻ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. യെസ്, ദി സൈഡ്സ് ഓഫ് എ സ്ക്വയർ ആർ ഇൻ ദി റേഷ്യോ 3:4. ഓക്കെ, 3:4 എന്ന് പറയുന്ന അംശബന്ധത്തിലാണ് രണ്ട് സമചതുരമുണ്ട്. ഓക്കെ, അപ്പോൾ 2 സമചതുരമുണ്ട്. ഇവരുടെ സൈഡ്സിൻ്റെ റേഷ്യോ, അംശബന്ധം, വശങ്ങളുടെ അംശബന്ധം തന്നിരിക്കുന്ന കാര്യം ഞാൻ നേരെ എഴുതുവാണ്. ഓക്കെ, സൈഡ്സിൻ്റെ റേഷ്യോ ഓഫ് സൈഡ്സ് വശങ്ങളുടെ അംശബന്ധം 3:4 ആണ്. ഓക്കെ, ഇനി നമ്മളോട് പറഞ്ഞിരിക്കുന്നത് അവരുടെ പരപ്പളവിൻ്റെ അംശബന്ധം, ഏരിയയുടെ റേഷ്യോ കണ്ടുപിടിക്കണം. ഏരിയയുടെ റേഷ്യോ കണ്ടുപിടിക്കാൻ ആദ്യം എന്ത് കണ്ടുപിടിക്കണം? ഏരിയ കണ്ടുപിടിക്കണം അല്ലേ. അപ്പോൾ നാം നോക്കാം, സൈഡ്സിൻ്റെ റേഷ്യോ 3:4 ആണെങ്കിൽ ആ സൈഡ്സ് എന്ന് പറയുന്നത് 3h-ഉം 4h ആയിരിക്കണ്ടേ അല്ലേ. സൈഡ്സ് എന്ന് പറയുന്നത് 3h-ഉം 4h ആയിരിക്കും അല്ലേ. ഏതൊരു നമ്പർ കൊണ്ട് ഇൻറ്റു ചെയ്യണമല്ലോ. അപ്പോൾ ഇവൻ്റെ സൈഡ് 3h, ഇവൻ്റെ സൈഡ് 4h. ഓക്കെ, ഇനി നമുക്ക് ഇവരുടെ രണ്ടുപേരുടെയും ഏരിയയുടെ അംശബന്ധം റേഷ്യോ കണ്ടുപിടിക്കണം, പരപ്പളവിൻ്റെ. സോ നമുക്ക് ആദ്യം കണ്ടുപിടിക്കാൻ പോകുന്നു ഏരിയ. ഓക്കെ, ഏരിയ ഓഫ് സ്മോൾ സ്ക്വയർ, ചെറിയ സമചതുരത്തിൻ്റെ പരപ്പളവ്. ഇക്വേഷൻ നമുക്കറിയാം, A², അതുപോലെ തന്നെ സൈഡ് ഇൻറ്റു സൈഡ്, വശം ഇൻറ്റു വശം എല്ലാം സെയിം ആണ് കേട്ടോ. A², അതായത് A എന്ന് പറഞ്ഞാൽ ചെറുതിൻ്റെ സൈഡ് എത്രയാണ്? 3x. അപ്പോൾ A² എന്ന് പറയുമ്പോൾ 3x ഹോൾ സ്ക്വയർ എന്ന് വന്നു. ദാറ്റ് ഈസ് 3നെയും സ്ക്വയർ ചെയ്യണം, എക്സിനെയും സ്ക്വയർ ചെയ്യണം. 3ൻ്റെ സ്ക്വയർ നമുക്കറിയാം 9, x² എന്ന് പറഞ്ഞാൽ x² തന്നെ. അപ്പോൾ അതാ നമുക്ക് ഒരാളുടെ ഏരിയ കിട്ടി 9x². ഇനി രണ്ടാമത്തെ ആളുടെ ഏരിയ കണ്ടുപിടിക്കണം. ഓക്കെ, ഏരിയ ഓഫ് ലാർജ് സ്ക്വയർ, ഏരിയ ഓഫ് കാണാൻ പറ്റുന്നുണ്ടോ? ഓക്കെ, ലാർജ് സ്ക്വയർ
വലിയ സമചതുരത്തിന്റെ പരപ്പളവ്. ഇക്വേഷൻ സെയിം തന്നെയാണ്. എ സ്ക്വയർ, എ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ സൈഡ് എത്രയാണ്? 4x. അപ്പോൾ എ സ്ക്വയർ എന്ന് പറയുമ്പോൾ 4x ഹോൾ സ്ക്വയർ എന്ന് വന്നു. അതായത് 4നെ സ്ക്വയർ ചെയ്യണം, എക്സിനെ സ്ക്വയർ ചെയ്യണം. 4ന്റെ സ്ക്വയർ 16, എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ മാറ്റമൊന്നുമില്ല, എക്സ് സ്ക്വയർ തന്നെ. അപ്പോൾ ഇവൻ്റെയും ഏരിയ കിട്ടി 16x സ്ക്വയർ. ഓക്കെ ആണല്ലോ? ഓക്കെ. അപ്പോൾ രണ്ടുപേരുടെയും ഏരിയ കിട്ടിയിട്ടുണ്ട്. ഇനി അവൻ്റെ റേഷ്യോ കണ്ടുപിടിക്കണം, അംശബന്ധം കണ്ടുപിടിക്കണം. ഏരിയ കിട്ടിയാൽ ഇനി റേഷ്യോ കണ്ടുപിടിക്കാൻ ഭയങ്കര സിമ്പിൾ അല്ലേ? അപ്പോൾ അതാ നോക്കാം. റേഷ്യോ ഓഫ് ദെയർ ഏരിയാസ്, പരപ്പളവിൻ്റെ അംശബന്ധം എന്ന് പറയുന്നത് ആദ്യത്തതിൻ്റെ പരപ്പളവ് എത്രയാണ്? 9x സ്ക്വയർ ഈസ് ടു രണ്ടാമത്തതിൻ്റെ എത്രയാണ്? 16x സ്ക്വയർ. ലെഫ്റ്റിലും റൈറ്റിലും അല്ലേ ആ ഒരു റേഷ്യോ അപ്പുറവും ഇപ്പുറവും ആരുണ്ട് കോമൺ ആയിട്ട്? എക്സ് സ്ക്വയർ അങ്ങ് വെട്ടിപ്പോയി. ബാക്കി 9:16 ആണ് അവരുടെ എന്ത് ഏരിയയുടെ റേഷ്യോ. ഓക്കെ, പരപ്പളവിൻ്റെ അംശബന്ധം. ഓക്കെ ആണോ? കഴിഞ്ഞു. നല്ലൊരു ക്വസ്റ്റ്യൻ അല്ലേ? 2 മാർക്കിൻ്റെ നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം അല്ലേ? അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് യെസ്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ ഒന്ന് സ്റ്റാറോ ട്രീയോ എന്താണെന്ന് വെച്ചാൽ ഇട്ട് വെച്ചോളൂ, കാരണം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണേ. ചോദിച്ചിട്ടുണ്ട് ക്രിസ്മസ് എക്സാമിന് ഈ ഒരു ചേഞ്ചിങ് റിലേഷൻ എന്തായാലും ചോദിക്കും. ഓക്കെ, അതായത് ഈ ഒരു എന്താണ് ചേഞ്ച്, നമ്മുടെ അളവുകൾ തമ്മിലുള്ള വ്യത്യാസമില്ലേ, അതായത് ചേഞ്ച് ആയി അല്ലെങ്കിൽ ഒന്ന് കൂടി ഒന്ന് കുറഞ്ഞു എന്നൊക്കെ പറയത്തില്ലേ, ഒരു റേഷ്യോ എനിക്ക് തന്നിട്ടുണ്ട് എന്നിട്ട് പറയാണ് ഇന്ന ആൾ കൂടി എന്ന് പറഞ്ഞാൽ റേഷ്യോ ഓട്ടോമാറ്റിക്കലി ചേഞ്ച് ആവും. നമുക്ക് നോക്കാം ഈ ഒരു ക്വസ്റ്റ്യൻ. മീൻസ് കൂടുതൽ ഇനി അതിനെപ്പറ്റി വിവരിക്കുന്നില്ല, നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്ത് തന്നെ പോകാം. ദ റേഷ്യോ ഓഫ് 2 ആംഗിൾസ്, 2 ആംഗിൾസിൻ്റെ 2 കോണുകളുണ്ട്, അവരുടെ റേഷ്യോ തന്നിട്ടുണ്ട് 1:2 ആണ്. ആയിക്കോട്ടെ. when the smaller angle was increased by 6, കണ്ടോ ചെറിയ ആംഗിൾ, 2 ആംഗിളിന്റെ റേഷ്യോ തന്നിട്ടുണ്ട് 1:2 ആണ്. ചെറിയ ആംഗിള് 6 ഡിഗ്രി കൂടി. ആൻഡ് ലാർജ് ആംഗിൾ വാസ് ഡിക്രീസ്ഡ് ബൈ 6 ഡിഗ്രി. ചെറിയ ആംഗിൾ 6 ഡിഗ്രി കൂടിയപ്പോൾ വലുത് 6 ഡിഗ്രി കുറഞ്ഞു. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞു അളവുകൾ വ്യത്യാസം വന്നു അല്ലെ, ഒരേപോലെയുള്ള വ്യത്യാസമാണെങ്കിൽ റേഷ്യോന് മാറ്റമൊന്നും വരില്ല. ഒരാൾ കൂടി ഒരാൾ കുറഞ്ഞു എന്ന് പറഞ്ഞാൽ രണ്ടും വേറെ വേറെ അല്ലെ വേറെ വേറെ ചേഞ്ചസ് ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇവരുടെ റേഷ്യോവും മാറി. 1:2 എന്നുള്ളത് 2:3 ആയി. അങ്ങനെയാണെങ്കിൽ വാട്ട് വെർ ദി ഒറിജിനൽ ആംഗിൾസ്, ആദ്യം ഉണ്ടായിരുന്ന ആംഗിൾസ് കോണുകൾ എത്രയാണെന്നാണ്. അപ്പോൾ നമുക്ക് സാധാരണ നമ്മൾ ചെയ്യുന്നത് പോലെ തന്നെ ക്വസ്റ്റ്യൻ വായിച്ചു കഴിഞ്ഞു, ക്വസ്റ്റ്യനുള്ള ആളുകളെ എന്ത് ചെയ്യാം, ഒന്ന് എടുത്തെഴുതാം. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം തന്നിരിക്കുന്നത് 2 ആംഗിൾസ് ഉണ്ട്. ചെറുതിൻ്റെ റേഷ്യോ അല്ലെ ചെറുത് ഈസ്റ്റു വലുതെന്ന് പറയുന്ന അംശബന്ധമാണ് 1:2. അപ്പോൾ അതുപോലെ തന്നെ മിസ് എഴുതാൻ പോകുന്നു, ചെറുത് ഈസ്റ്റു വലുത്. ഓക്കെ, യെസ്. സ്മോളർ ആംഗിൾ ഈസ് ടു ലാർജർ ആംഗിൾ. സ്മോളർ ആംഗിൾ ഞാൻ എഴുതുന്നില്ല കേട്ടോ, നൈസായിട്ട് കട്ട് ചെയ്തു. സ്മോളർ ഈസ് ടു ലാർജർ, ചെറുത് ഈസ് ടു വലുത്. അതായത് ചെറിയ ആംഗിൾ ഈസ് ടു വലിയ ആംഗിൾ എത്രയാണ്? 1:2 എന്ന് പറയുന്നുണ്ട്. ഓക്കെ, റേഷ്യോ അളവിലോട്ട് മാറുമ്പോൾ ആര് വരും? എക്സ് കൊണ്ട് ഇൻറ്റു ചെയ്യണം അല്ലേ? അതായത് ഇനി നമുക്ക് ആംഗിൾ കൂടി കൂട്ടി എഴുതാം. സ്മോളർ ആംഗിൾ ചെറിയ കോൺ എന്ന് പറയുന്നത് 1:x. ഒന്നല്ലേ ചെറുതിൻ്റെ അംശബന്ധം, 1:x എന്ന് പറഞ്ഞാൽ x തന്നെ. ഇനി ലാർജർ ആംഗിൾ വലിയ കോൺ 2:x, 2x എന്ന് വന്നു. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ആദ്യത്തെ സെൻറ്റൻസിൽ പറഞ്ഞിരിക്കുന്നത്. 1:x എന്ന് പറഞ്ഞാൽ x, 2:x എന്ന് പറഞ്ഞാൽ 2x, 2x എന്ന് വന്നു. ഇനി നമ്മളോട് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് ഇവർക്ക് എന്തൊക്കെയോ മാറ്റം സംഭവിച്ചു. സ്മോളർ ആംഗിൾ ഇൻക്രീസ്ഡ് ബൈ 6, ചെറിയ കോൺ 6 ഡിഗ്രി കൂടി. അപ്പോൾ ന്യൂ ആംഗിൾസ് പുതിയ കോണുകൾ, അതായത് ചേഞ്ച് ചെയ്തു കേട്ടോ. ഓക്കെ, ചെറിയ ആംഗിൾ 6 ഡിഗ്രി കൂടി. ഓക്കെ, സ്മോളർ ആംഗിൾ ചെറിയ ആംഗിൾ എത്രയാണ് ഉണ്ടായിരുന്നത്? എക്സ് ഉണ്ടായിരുന്നു. 6 ഡിഗ്രി കൂടി എന്ന് പറയുമ്പോൾ എക്സിൻ്റെ കൂടെ +6 ചെയ്യണം. ക്ലിയർ ആണല്ലോ? സിമ്പിൾ. ഓക്കെ, ഇനി നെക്സ്റ്റ് സെൻറ്റൻസ് കൂടി നോക്കാം. ലാർജർ ആംഗിൾ വാസ് ഡിക്രീസ്ഡ് ബൈ 6 ഡിഗ്രി. വലിയ കോൺ 6 ഡിഗ്രി കുറയുകയും ചെയ്തു. ഓക്കെ, അപ്പോൾ ലാർജർ ആംഗിൾ
വലിയ കോൺ എത്ര ഉണ്ടായിരുന്നു? 2h ഉണ്ടായിരുന്നു ആദ്യം. അപ്പോൾ ഈ 2hൽ നിന്നും എത്ര ഡിഗ്രി കുറഞ്ഞു? 6 ഡിഗ്രി കുറഞ്ഞു എന്ന് പറഞ്ഞാൽ 6 ഡിഗ്രി മൈനസ് ചെയ്യണം. ഇത് മനസ്സിലായോ? സെറ്റാണല്ലോ? മീൻസ് ആ കഥകൾ ഒന്നുകൂടി പറയാം. അപ്പോൾ ഇവർ മാറിക്കഴിഞ്ഞപ്പോൾ ഇവരുടെ പുതിയ റേഷ്യോ 2:3 ആയി. ന്യൂ റേഷ്യോ 2:3 ആയി. ഇത്രയും കാര്യങ്ങൾ എഴുതിയത് ഒന്നുകൂടി പറയുവാണേ. 2 ആംഗിൾസ് ഉണ്ടായിരുന്നു. ചെറുത് ഈസ്റ്റു വലുതെന്ന് പറയുന്നത് 1:2 എന്ന് പറയുന്ന റേഷ്യോയിലായിരുന്നു. അപ്പോൾ ഇവരെ തമ്മിൽ എക്സ് ആയിട്ടല്ലേ ആംഗിൾസിലോട്ട് മാറ്റുമ്പോൾ എക്സ് കൊണ്ട് ഇൻറ്റു ചെയ്യണം. അപ്പോൾ 1 × x ഒരു എക്സ്, അതായത് എക്സ് ആണ് ചെറിയ ആംഗിൾ. വലിയ ആംഗിൾ 2 ആയിരുന്നു അംശബന്ധം. അപ്പോൾ 2 × x 2h എന്ന് വന്നു. ഈ 2 ആംഗിൾസിന് എന്തൊക്കെയോ വ്യത്യാസം വന്നു. അത് കൃത്യമായിട്ട് ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട് അല്ലേ. അപ്പോൾ ആ ഒരു വ്യത്യാസം വന്നു. അതാണ് ന്യൂ ആംഗിൾ, പുതിയ കോണുകളിൽ മിസ് എഴുതിയിരിക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ ചെറിയ ആംഗിൾ എക്സ് ഉണ്ടായിരുന്നു. 6 ഡിഗ്രി കൂടിയപ്പോൾ x+6 ആയി. വലിയ ആംഗിൾ 2x ആണ് ഉണ്ടായിരുന്നത്. 6 ഡിഗ്രി കുറഞ്ഞു. അപ്പോൾ 2x നിന്ന് എത്ര കുറയ്ക്കണം? 6 കുറയ്ക്കണം. അപ്പോൾ ഇവർ തമ്മിൽ അളവുകൾ തമ്മിൽ മാറിയപ്പോൾ റേഷ്യോ ഓട്ടോമാറ്റിക്കലി മാറി അല്ലേ. ഓക്കെ, ഒരേപോലെയുള്ള അളവുകളാണ് അല്ലെ, ഒരേപോലെയുള്ള ഡിഗ്രിയാണ് കൂടുന്നത് അല്ലെങ്കിൽ കുറയുന്നതെങ്കിൽ റേഷ്യോന് മാറ്റമൊന്നുമില്ല. പക്ഷെ ഇതൊരാൾ കൂടുകയും ചെയ്തു, ഒരാൾ കുറയുകയും ചെയ്തു അല്ലെ, വേറെ വേറെ അല്ലെ, ഒരാൾ കൂടി ഒരാൾ കുറഞ്ഞു. അപ്പോൾ നമ്മുടെ റേഷ്യോ ഓട്ടോമാറ്റിക്കലി മാറി എത്രയാണ്? 2:3 എന്നായി. ഇവിടെ വരും. ഓക്കെ അല്ലേ? യെസ്. അതായത് പുതിയ 2 ആംഗിൾസ്, ചെറുത് ഈസ്റ്റു വലുതിൻ്റെ റേഷ്യോ അല്ലേ ഈ തന്നിരിക്കുന്ന 2:3. ഓക്കെ, അതായത് x+6:2x-6 അല്ലേ 2:3 തന്നിരിക്കുന്നത്. ഇതാ നോക്കാം, ഈ ചേഞ്ച് വന്നു അല്ലേ, ആംഗിൾസ് മാറിക്കഴിഞ്ഞപ്പോൾ ഈ ഒരു റേഷ്യോ ആയി. അതായത് ഇവൻ്റെ റേഷ്യോ ഇത്, ഇവൻ്റെ റേഷ്യോ ഇവൻ. ഓക്കെ അല്ലേ? ഇനി നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ പഠിച്ച കാര്യങ്ങളല്ല, ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ള കാൽക്കുലേഷൻസും കാര്യങ്ങളാണ് വരുന്നത്. ഈ റേഷ്യോനെ നമുക്ക് ഫ്രാക്ഷനായിട്ട് എഴുതാമെന്ന് പറഞ്ഞു അല്ലേ. x+6:2x-6നെ x+6/2x-6 എന്ന് എഴുതാം. a:(b)നെ a/b എന്ന് മിസ് എഴുതിയില്ലേ? അങ്ങനെയാണെങ്കിൽ 2:3നെ എങ്ങനെ എഴുതാം? 2/3 എന്ന് എഴുതാം. സിമ്പിൾ. ഓക്കെ ആണോ? നേരെ ക്രോസ് ചെയ്തിട്ട് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുന്നു. 3 × x+6 = 2x-6 ബ്രാക്കറ്റ് കൊടുക്കുന്നത് ഈ എക്സിനെയും ആറിനെയും 3 കൊണ്ട് ഇൻറ്റു ചെയ്യണം, 2xനെയും ആറിനെയും 2 കൊണ്ട് ഇൻറ്റു ചെയ്യണം. നമുക്ക് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. ഇതെല്ലാം കുഞ്ഞു ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. 3 × x എന്ന് പറയുന്നത് 3x പ്ലസ് 3 × 6 എന്ന് പറയുന്നത് 18 = 2 × 2x എന്ന് പറയുന്നത് 4x അല്ലെ, 2 × 2 4. ഇവിടെ മൈനസ് ഉണ്ട്, -2 × 6 എന്ന് പറയുന്നത് 12. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണല്ലോ. ഇനി എന്താ ചെയ്യുക? എക്സുകാരെല്ലാവരും ഒരു സൈഡിലോട്ട് കൊണ്ടുപോകാം. അപ്പോൾ ഇവിടെ 3x ഉണ്ട്. 3xനെ = അപ്പുറത്തോട്ട് കൊടുക്കുന്നു. ഇവിടെ ഒരു 12 ഉണ്ട്. അപ്പോൾ 12ന് അവിടെ കൂടെ x ഇല്ല, അതുകൊണ്ട് 12ന് ഇപ്പുറത്തോട്ടും കൊടുക്കുന്നു. ഒറ്റ സ്റ്റെപ്പിൽ മിസ് ചെയ്യുവാണേ. 18 ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ. 18 ഇവിടെ തന്നെ ഉണ്ട്. -12 = ഇപ്പുറത്തോട്ട് പോകുമ്പോൾ +12 ആകും. = 4xനെ ഒന്നും ചെയ്തിട്ടില്ല, അവിടെ തന്നെ ഉണ്ട്. ഇവിടെ നിന്ന് +3x അപ്പുറത്തോട്ട് പോകുമ്പോൾ -3x ആയി മാറും. ഓക്കെ, അതായത് 18 + 20 30 = 4x നിന്ന് 3x പോയാൽ ബാക്കി എത്രയാണ്? 1x. അതായത് എക്സിൻ്റെ വാല്യൂ എത്ര വന്നു? 30 വന്നു. ഓക്കെ ആണോ? സെറ്റാണല്ലോ. ഇനി നമുക്ക് കണ്ടുപിടിക്കാമല്ലോ. ആദ്യം ഉണ്ടായിരുന്ന ആംഗിളാണ് കണ്ടുപിടിക്കുന്നത് അല്ലേ. ആദ്യം ഉണ്ടായിരുന്ന ആംഗിളാണ് ഇതാ ഇവൻ. ഓക്കെ ആണോ? ഇവനാണ് ആദ്യം ഉണ്ടായിരുന്ന ആംഗിൾ. അപ്പോൾ ചെറിയ ആംഗിൾ എക്സ് ഓൾറെഡി കണ്ടുപിടിച്ചു 30. നേരെ തന്നെ ഞാൻ 30 കൊടുത്തു. ഇവിടെ കൊണ്ടുപോയി കൊടുക്കരുതിട്ടാ. ഞാൻ അടുത്ത സ്ലൈഡ് എടുത്ത് അതിനകത്ത് എഴുതണ്ടല്ലോ, അതിന് വേണ്ടിയിട്ടാണ്. ഇവിടെ ഓൾറെഡി നമ്മൾ എഴുതിയിട്ടുണ്ട്, അതുകൊണ്ടാണ് അവിടെ തന്നെ ഞാൻ മിസ് എഴുതുന്നത്. നിങ്ങൾ എന്ത് ചെയ്യണം? പുതിയതായിട്ട് അടുത്ത സ്റ്റെപ്പായിട്ട് എഴുതണം. സ്മോളർ ആംഗിൾ എക്സ് = 30. ഇതേ സ്റ്റെപ്പ് ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്ത് എഴുതണേ. ഓക്കെ, ലാർജർ ആംഗിൾ 2x ആണ്. അതായത് 2 × x എത്രയാണ്? 30. 2 × 30 60 ഡിഗ്രി. സിമ്പിൾ. കഴിഞ്ഞു. ഓക്കെ അല്ലേ? യെസ്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ റെക്റ്റാങ്കിൾ വെച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ കൂടി ഉണ്ട്. അത് നിങ്ങൾ എന്തായാലും ചെയ്ത് നോക്കണം കേട്ടോ. കാരണം റെക്റ്റാങ്കിളും ആംഗിളും ഇൻക്രീസ് ചെയ്തു ഡിക്രീസ് ചെയ്തു എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യനോട്ട് പോയാലോ? യെസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതുപോലൊരു ക്വസ്റ്റ്യൻ ആണ്, ചെറിയൊരു വ്യത്യാസം ഉണ്ടെന്ന് മാത്രം. ഇൻ എ മിക്സ്ചർ ആസിഡ് ആൻഡ് വാട്ടർ ആർ ഇൻ ദി റേഷ്യോ 3:2. ഒരു മിക്സ്ചറിൽ മിക്സ്ചർ
ഓക്കെ യെസ് ഞാനിത് പഠിപ്പിക്കുമ്പോൾ പറയാനല്ലേ നമ്മൾ ഫുഡ് കഴിക്കുന്ന മിക്സറില്ലേ നമ്മൾ പറയുമ്പോൾ മിക്സർ എന്നാണ് പറയുന്നത് ആക്ച്വലി ഇത് മിക്സറല്ല മിക്സ്ചറാണെന്ന് ഞാൻ പണ്ട് 10ാം ക്ലാസ്സിലോ 9ാം ക്ലാസ്സിലോ പഠിക്കുമ്പോൾ കെമിസ്ട്രി മിസ് പറഞ്ഞപ്പോഴാണ് ഞാൻ അറിയുന്നത് ഓ അതങ്ങനെയായിരുന്നല്ലേ എന്ന് നമ്മൾ പണ്ട് മുതലേ മിക്സർ എന്നല്ലേ പറയാം അപ്പോൾ മിക്സ്ചർ എന്ന് വായിക്കുമ്പോൾ എപ്പോഴും ആ ഒരു ഇൻസിഡൻറ്റാണ് ഓർമ്മ വരുന്നത് ഓക്കെ അപ്പോൾ എന്തായാലും നമ്മുടെ മിക്സ്ചർ എന്തോ ഒരു മിക്സ്ചറാണേ യെസ് അപ്പോൾ മിക്സ്ചർ ഉണ്ട് അല്ല ഇനി ഒരു മിക്സ്ചറിൽ ആസിഡ് ഉണ്ട് വാട്ടർ ഉണ്ട് അവർ തമ്മിലുള്ള റേഷ്യോ എന്ന് പറയുന്നത് 3:2 ആണ് ആൻഡ് 15 ലിറ്റർ ഓഫ് ആസിഡ് വാസ് ആഡഡ് ആ ഒരു മിക്സ്ചറിലേക്ക് വീണ്ടും ഒരു 15 ലിറ്റർ ആസിഡ് ഒഴിച്ചു ഉറപ്പായിട്ടും ഒരാൾ എന്തോ അളവ് കൂടെ കുറേ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റേഷ്യോയും മാറി 3:2 എന്ന് പറയുന്നത് 3:1 എന്ന് പറയുന്ന അംശബന്ധത്തിലേക്ക് മാറി അങ്ങനെയാണെങ്കിൽ ഹൗ മെനി ലിറ്റേഴ്സ് ഓഫ് ആസിഡ് ആൻഡ് വാട്ടർ ആർ ദർ ഇൻ ദി കറന്റ് മിക്സ്ചർ അതായത് ഇപ്പോൾ ആ മിക്സ്ചറിൽ എത്രത്തോളം ആസിഡും വാട്ടറും ഉണ്ടെന്നാണ് ചോദിച്ചിരിക്കുന്നത് സ്ഥിരമായിട്ട് ചെയ്യുന്നത് പോലെ തന്നെ ആദ്യം ക്വസ്റ്റ്യനുള്ള ആളുകളെ എഴുതിയെടുക്കാം ഓക്കെ മിക്സ്ചറും ആസിഡും വാട്ടറും എന്ന് പറഞ്ഞുകൊണ്ടാണ് എനിക്ക് വെള്ളം കുടിക്കാൻ തോന്നുന്നു ഒരു മിനിറ്റ് ഞാൻ ഇത്തിരി വെള്ളം കുടിച്ചോട്ടെ അതെപ്പോഴും വെള്ളം എന്ന് കേട്ടാൽ വെള്ളം കുടിക്കാൻ തോന്നുന്നു അല്ലേ നമ്മൾ ഫ്രണ്ട്സിനോടൊക്കെ വെള്ളം ചോദിക്കുമ്പോൾ പിന്നെ ആ ബെഞ്ചിൽ എല്ലാവർക്കും ആവശ്യം വരും അല്ലേ പണ്ട് സ്കൂളിലൊക്കെ പഠിക്കുമ്പോഴേ നമ്മൾ വെള്ളം കൊണ്ടുവന്നിട്ടില്ലെങ്കിൽ ഫ്രണ്ട്സിനോട് ചോദിക്കും അറ്റത്തിരിക്കുന്ന ആളുടെയിലായിരിക്കും വെള്ളം അതിങ്ങനെ പാസ് ചെയ്ത് വരുമ്പോൾ എല്ലാവരും ഇങ്ങനെ കുടിച്ചാണ് നമ്മുടെ എത്തുക യെസ് അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന കാര്യങ്ങളൊന്ന് എഴുതിയേക്കാം എവിടെ ഓക്കെ ആസിഡ് ഈസ് ടു വാട്ടർ 3:2 ഓക്കെ അപ്പോൾ ആദ്യം ഉണ്ടായിരുന്നത് ആസിഡ് ഈസ് ടു വാട്ടർ 3:2 ഇനി എന്താ പറഞ്ഞിരിക്കുന്നത് നമ്മളോട് 15 ലിറ്റർ ആസിഡ് കൂട്ടി ആഡ് ചെയ്തു അപ്പോൾ അതിനു മുൻപ് ഈ റേഷ്യോസ് അളവിലേക്ക് മാറ്റാൻ എക്സ് കൊണ്ട് ഇൻറ്റു ചെയ്ത് എഴുതണം അല്ലേ എക്സ് കൂട്ടി എഴുതണം അപ്പോൾ നമുക്ക് നോക്കിയേക്കാം ആസിഡ് 3 ആണ് റേഷ്യോ ഇൻറ്റു എക്സ് എന്ന് പറയുമ്പോൾ 3x എന്ന് വന്നു വാട്ടർ 2 ആണ് അതായത് 2x എന്നാണ് അളവ് ഓക്കെ ഇത്രയും കാര്യങ്ങൾ സെറ്റാണല്ലോ ഇനി പുതിയ കണക്കനുസരിച്ച് 15 ലിറ്റർ ആസിഡ് കൂടുതൽ ഒഴിച്ചു അല്ലേ 15 ലിറ്റർ ആസിഡ് ആഡ് ചെയ്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ ആസിഡ് എന്ന് പറയുന്നത് ആദ്യം 3x ആണ് ഉണ്ടായിരുന്നത് ഈ 3xലേക്ക് വീണ്ടും ഒരു 15 ലിറ്റർ കൂട്ടി എന്ന് പറഞ്ഞാൽ പ്ലസ് 15 ചെയ്യണം ഓക്കെ ഇനി വാട്ടർ വെള്ളം കൂടുകയോ കുറയുകയോ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ ഇല്ല വെള്ളത്തിന് ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ല അത് 2x ഉണ്ടായിരുന്നു ഇപ്പോഴും 2x തന്നെയുണ്ട് ഓക്കെ ആണോ സെറ്റാണല്ലോ ആൻഡ് ന്യൂ റേഷ്യോ പുതിയ അംശബന്ധം എത്രയാണ് 3:1 ആണ് 3:1 അതായത് ഇപ്പോൾ എഴുതിയ കാര്യങ്ങൾ മിസ് വീണ്ടും പറയാം ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന ഇത്രയും കാര്യങ്ങളാണ് ഒരു മിക്സ്ചറിൽ ആസിഡ് ഈസ് ടു വാട്ടർ ഉണ്ടായിരുന്നു 3:2 എന്ന് പറയുന്ന റേഷ്യോയിലാണ് അത് അളവിലേക്ക് മാറ്റുമ്പോൾ 3x ആസിഡ് അപ്പോൾ 3x ആയി വെള്ളം 2 അതായത് 2 × x വാട്ടർ 2x ആയി ഇനി നമ്മളോട് പറയുന്നത് ആസിഡ് 3x ആണ് ഉണ്ടായിരുന്നത് പക്ഷേ 15 ലിറ്റർ പിന്നെയും കൂട്ടി അപ്പോൾ 3xന്റെ കൂടെ 15 ലിറ്റർ കൂട്ടുന്നു 3ന്റെ കൂടെ 15 കൂട്ടരുത് കേട്ടോ 3 റേഷ്യോ ആണ് ഇത് അളവാണ് കേട്ടോ ഇത് ലിറ്ററിലാണ് നമ്മുടെ എക്സ് കൂട്ടി എഴുതിയാൽ അപ്പോൾ 3xന്റെ കൂടെ 15 ലിറ്റർ കൂട്ടി വെള്ളത്തിന് മാറ്റമൊന്നുമില്ല 2x ഉണ്ടായിരുന്നത് ഇപ്പോഴും അപ്പോഴൊക്കെ 2x തന്നെയാണ് ഓക്കെ അപ്പോൾ ഈ മാറ്റം വന്നപ്പോൾ പുതിയ റേഷ്യോ 3:1 എന്ന് പറയുന്ന അംശബന്ധമായി അതായത് ഇപ്പോഴുള്ള ആസിഡ് ഈസ് ടു വാട്ടർ അല്ലേ ഈ തന്നിരിക്കുന്ന 3:1 ഓക്കെ ആണല്ലോ ഇനി നമ്മൾ നേരത്തെ തൊട്ട് മുന്നേ ചെയ്ത സെയിം സ്റ്റെപ്സ് 3x പ്ലസ് 15 ഈസ് ടു 2x 3x പ്ലസ് 15 ആസിഡ് ഈസ് ടു വാട്ടർ ആണ് 3:1 എന്ന് തന്നിരിക്കുന്നത് ഇവനെ ഫ്രാക്ഷൻ ആയിട്ട് എഴുതാലോ 3x പ്ലസ് 15/2x ഇസ് ഈക്വൽ ടു 3:1 3/1 എന്ന് എഴുതാം നേരെ ക്രോസ് ചെയ്യാം മൾട്ടിപ്പിൾ ചെയ്തു പോവാം 1 × 3x പ്ലസ് 15 1 × 3x പ്ലസ് 15 1 എഴുതേണ്ട ആവശ്യമില്ല കേട്ടോ ആക്ച്വലി 1 × എന്ത് ചെയ്താലും അത് തന്നെയാണ് 3 × 2x 3 × 2x ഓക്കെ അപ്പോൾ ഒന്നുകൊണ്ട് എന്ത് ഇൻറ്റു ചെയ്താലും അത് തന്നെ വരും ഞാനതുകൊണ്ട് കൂടുതൽ ഡെക്കറേഷനിലോട്ട് ഒന്നും പോകുന്നില്ല 3x പ്ലസ് 15 ഇനി 3 × 2x 3 × 2
6 ഇൻറ്റു എക്സ് 6 ഇനി സാധാരണ ചെയ്യുന്ന പോലെ തന്നെ എന്ത് ചെയ്യുക, എക്സുകാരെല്ലാവരെയും ഒരു സൈഡിലോട്ട് കൊണ്ടുപോകാം. ഇവിടെ 6 ഉണ്ട്, ഇവിടെ 3 ഉണ്ട്, വലുത് അപ്പുറത്താണ്. അപ്പോൾ ഈ 3 ഈക്വൽ ടു ഇപ്പുറത്തോട്ട് കൊടുത്താൽ ഇവിടെ ഇനി 15 മാത്രമേ ബാക്കിയുള്ളൂ. 6 അവിടെ ഓൾറെഡി ഉണ്ട്, +3 അപ്പുറത്തോട്ട് പോകുമ്പോൾ -3 ആയി. ദാറ്റ് ഈസ് 15 ഈസ് ഈക്വൽ ടു 6 3 പോയാൽ ബാക്കി എത്ര ആണ്? 3 അല്ലേ? 6 ബിരിയാണിന്ന് 3 ബിരിയാണി ഞാൻ കഴിച്ചു, ബാക്കി എത്ര ബിരിയാണി ഉണ്ട്? 3 ബിരിയാണി, അത്രേ ഉള്ളൂ. ഇതിൽ നമുക്ക് എക്സ് കണ്ടുപിടിക്കണം. ഇൻറ്റു 3 ഈക്വൽ ടു ഇപ്പുറത്തോട്ട് പോകുമ്പോൾ എന്താകും? ഡിവൈഡഡ് ബൈ 3 ഈസ് ഈക്വൽ ടു എക്സ്. ദാറ്റ് ഈസ് 15/3 5 ഈസ് ഈക്വൽ ടു എക്സ്. എക്സിൻ്റെ വാല്യൂ എത്ര വന്നു? 5 വന്നു. ഇനി നമുക്ക് വളരെ സിമ്പിൾ അല്ലേ, ഇൻറ്റു ചെയ്ത് കൊടുത്താൽ മതി. എല്ലാവരും നോക്കിക്കേ, നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഇപ്പോഴുള്ള അല്ലേ, ഇപ്പോൾ എത്രത്തോളം ആസിഡും വാട്ടർ ഉണ്ടെന്നാണ് ചോദിച്ചിരിക്കുന്നത്. പണ്ട് ആദ്യം ഉണ്ടായിരുന്നു ചോദിച്ചു കഴിഞ്ഞാൽ 2x-ലും 3x-ലും ഈ എക്സിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഇപ്പോഴത്തെ ആസിഡിൻ്റെയും വാട്ടറിൻ്റെയും ലിറ്റർ അല്ലെ എത്രത്തോളം ഉണ്ടെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് എഴുതിയേക്കാം. ആസിഡ് 3x + 15, ആസിഡ് 3x + 15, ദാറ്റ് ഈസ് 3 ഇൻറ്റു എക്സ് എത്ര വന്നു? 5 വന്നു. 5 + 15, 3 ഇൻറ്റു 5 15 + 15 എത്ര ലിറ്റർ ഉണ്ടടാ? 30 ലിറ്റർ ഉണ്ട്. സെറ്റ്. ഇനി വാട്ടർ 2x ആയിരുന്നു, ദാറ്റ് ഈസ് 2 ഇൻറ്റു എക്സ് എത്രയാണ്? 5 കണ്ടുപിടിച്ചു. 2 ഇൻറ്റു 5 10 ലിറ്റർ. കഴിഞ്ഞു. സെറ്റാണല്ലോ. ഇതാ നോക്കിയാൽ 30:10 3:1 കറക്റ്റായിട്ട് തന്നെ ആൻസർ വന്നില്ലേ? ചോദിച്ചിട്ടൊന്നുമില്ല കേട്ടോ, വെറുതെ ഒരു ഭംഗിക്ക്. ഓക്കെ, പറഞ്ഞു പോയതാണ്. അപ്പോൾ ഇത് ക്ലിയർ ആണോ? ഓക്കെ ആണോ? വലിയ പ്രശ്നമൊന്നുമില്ലല്ലോ അല്ലേ? ഓക്കെ, അങ്ങനെയാണ് നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോയാലോ? നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോയാലോ? വളരെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ് ഇതെല്ലാം, വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ. യെസ്, 3 പേര് അല്ലേ? 3 പേരാണ് ഇവിടെ വന്നിരിക്കുന്നത്. റേഷ്യോസ് ഇതാ നോക്കിക്കേ, 1:3:5. അപ്പോൾ നമുക്ക് നോക്കിയേക്കാം. ഇവനും 2 മാർക്കിന് വരാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ ആണ്. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഓക്കെ, ദി ആംഗിൾസ് ഓഫ് എ ട്രയാങ്കിൾ ആർ ഇൻ ദി റേഷ്യോ 1:3:5. ഒരു ട്രയാങ്കിളിൻ്റെ 3 കോണുകളുടെ അംശബന്ധം 1:3:5 ആണ്. അങ്ങനെയാണെങ്കിൽ ആ ആംഗിൾസ് എത്രയാണ്? സിമ്പിൾ ചോദ്യമാടാ. അപ്പോൾ മിസ് വരക്കാൻ പോകുന്നു. ഒരു ട്രയാങ്കിൾ ഉണ്ട്. ഈ ട്രയാങ്കിളിൻ്റെ ആംഗിൾസിൻ്റെ അംശബന്ധം എത്രയായിരുന്നു? 1:3:5 റേഷ്യോ. ഓക്കെ, ഇവനെ അളവിലേക്ക് മാറ്റുമ്പോൾ അല്ലെ, ആംഗിൾസ് അല്ലെ, 3 ആംഗിൾസിലോട്ട് മാറ്റുമ്പോൾ ആംഗിൾസ് കോണുകൾ 1 ഇൻറ്റു എക്സ് 3 ഇൻറ്റു എക്സ് 3x 5 ഇൻറ്റു എക്സ് 5x. ഓക്കെ ആണല്ലോ? ഓക്കെ, അതായത് ഒരു ട്രയാങ്കിൾ എടുത്തു കഴിഞ്ഞാൽ 3 ആംഗിൾസ് തന്നിട്ടുണ്ട്. ഒരെണ്ണം എക്സ്, ഒരെണ്ണം 3x, ഒരെണ്ണം 5x. ഇനി ആ 3xും 5xും 1xും എത്രയാണെന്ന് കണ്ടുപിടിക്കണം. അതായത് ആ ആംഗിൾസ് 3 വരെ കണ്ടുപിടിക്കണം. നമുക്കൊരു ക്ലൂ ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ല, പക്ഷെ നമുക്ക് അറിയാം. ഒരു ട്രയാങ്കിളിൻ്റെ 3 ആംഗിൾസ് തമ്മിൽ കൂട്ടുമ്പോൾ എത്ര ഡിഗ്രി കിട്ടും? 180 ഡിഗ്രി. അതായത് ഈ എക്സും 3xും 5xും കൂട്ടുമ്പോൾ 180 ഡിഗ്രി ആണെന്ന് നമുക്കറിയാം അല്ലേ? ഇനി ഏതിൽ നിന്ന് എക്സ് കണ്ടുപിടിക്കാൻ മിസ്സിൻ്റെ ആവശ്യമേ ഇല്ല അല്ലേ? എന്ത് ചെയ്താൽ മതി? 3x + 5x എത്ര x ആയി ടോട്ടൽ? 9x. സിമ്പിൾ. 9x ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി. ഇതിൽ നിന്നും എക്സ് കണ്ടുപിടിക്കാൻ ഇൻറ്റു 9 ഈക്വൽ ടു അപ്പുറത്തോട്ട് പോകുമ്പോൾ എന്താകും? 180 ഡിവൈഡഡ് ബൈ 9 ആകും. സോ എക്സ് പെട്ടെന്ന് കിട്ടിയല്ലേ? എക്സ് ഈസ് ഈക്വൽ ടു 20 ഡിഗ്രി. എക്സ് കിട്ടിയാൽ എക്സും 3xും 5xും കണ്ടുപിടിച്ചേക്കാം. ഓരോ ആംഗിൾസും കണ്ടുപിടിച്ചേക്കാം. ആംഗിൾസ് കോണുകൾ ആംഗിൾസ് കണ്ടുപിടിക്കാം. ആദ്യത്തെ ആംഗിൾ എക്സ്. ആ എക്സ് ഓൾറെഡി കിട്ടി. 20 ഡിഗ്രി ആണെന്ന് കിട്ടി. ഇനി അടുത്തത് 3x എന്ന് പറയുന്നത് 3 ഇൻറ്റു എക്സ് എത്രയാണ്? 20. 3 ഇൻറ്റു 20 60 ഡിഗ്രി എന്ന് കിട്ടി. ഇനി നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് 5x, ദാറ്റ് ഈസ് 5 ഇൻറ്റു 20 100 ഡിഗ്രി. ഇത്രേ ഉള്ളൂ. 3 ആംഗിൾസും കിട്ടി. 3 പേരെയും കൂട്ടി നോക്കിയേ. 20 + 60 80, 80 + 100 180 ഡിഗ്രി. സിമ്പിൾ. എങ്ങനെയുണ്ട്? നല്ല ക്വസ്റ്റ്യൻസ് അല്ലേ? നല്ല രസമല്ലേ ചെയ്തു പോകാൻ? ഭയങ്കര ഇഷ്ടമാണ് ഈ ചാപ്റ്റർ. ഓക്കെ, യെസ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇനി അടുത്ത ക്വസ്റ്റിലോട്ട് പോയാലോ? സെറ്റാണോ? അടുത്ത ക്വസ്റ്റ്യൻ ട്രയാങ്കിളിൻ്റെ തന്നെയാണ്. ചെറിയൊരു വ്യത്യാസമുണ്ട്. അവിടെ ആംഗിൾസിന് പകരം സൈഡുകളാണ് തന്നിരിക്കുന്നത്. ഒന്നുമില്ലടാ, സിമ്പിളാണ്. നമുക്ക് സിമ്പിളായിട്ട് തന്നെ ചെയ്തു തീർക്കാം. യെസ്,
ദി സൈഡ്സ് ഓഫ് എ ട്രയാങ്കിൾ ആർ ഇൻ ദി റേഷ്യോ 2:4. ഒരു ട്രയാങ്കിളിൻ്റെ വശങ്ങളുടെ അംശബന്ധം, സൈഡ്സിൻ്റെ റേഷ്യോ ആണ് തന്നിരിക്കുന്നത് 3:4, 2:3:4. 3 തന്നെ ആദ്യം വരുന്നു പറയാനായിട്ട്. ഓക്കെ, യെസ്. ആൻഡ് ദി ലോങ്ങസ്റ്റ് സൈഡ് ഈസ് 20 സെൻറ്റിമീറ്റർ ലോങ്ങർ ദാൻ ദി ഷോർട്ടസ്റ്റ് സൈഡ്. ഓക്കെ, അവിടെ നിൽക്കുക, നമുക്ക് പറയാം കാൽക്കുലേറ്റ് ദി ലെങ്ത് ഓഫ് ദി 3 സൈഡ്സ്. തന്നിരിക്കുന്ന കാര്യങ്ങളൊന്ന് എടുത്ത് എഴുതിയാലോ. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് ഈ ഒരു ട്രയാങ്കിളിൻ്റെ 3 വശങ്ങളുടെ അംശബന്ധം തന്നിട്ടുണ്ട്. റേഷ്യോ ഓഫ് സൈഡ്സ് വശങ്ങളുടെ അംശബന്ധം എന്ന് പറയുന്നത് 2:3:4. അത് സൈഡ്സിലേക്ക് മാറ്റുമ്പോൾ, വശങ്ങളായിട്ട് എഴുതുമ്പോൾ എച്ച് കൂട്ടി എഴുതണം അല്ലേ. സൈഡ്സിലേക്ക് മാറ്റുമ്പോൾ 2 × x 2x, 3 × x 3x, 4 × x 4x. ഓക്കെ ആണല്ലോ. അതായത് ഒരു ട്രയാങ്കിൾ ഉണ്ട്. ഈ ഒരു ട്രയാങ്കിളിൻ്റെ 3 സൈഡ്സിൻ്റെയും അളവുകളാണ് എന്ത്? 2x, 3x, 4x. ഓക്കെ ആണല്ലോ. യെസ്. ഇനി ക്വസ്റ്റ്യൻ നോക്കിയേക്കാം. ലോങ്ങർ സൈഡ്, വലിയ വശം എന്ന് പറയുന്നത് എവിടെ? ലോങ്ങർ സൈഡ് എന്ന് പറയുന്നത് 20 സെൻറ്റിമീറ്റർ ലോങ്ങർ ദാൻ ഷോർട്ടർ സൈഡ്. ഇതാ നോക്കി, ലോങ്ങസ്റ്റ് സൈഡ് ഈസ് 20 സെൻറ്റിമീറ്റർ ലോങ്ങർ ദാൻ ദി ഷോർട്ടസ്റ്റ് സൈഡ്. വലിയ വശം, ഏറ്റവും വലിയ വശം ഏറ്റവും ചെറിയ വശത്തേക്കാൾ 20 സെൻറ്റിമീറ്റർ കൂടുതലാണ്. ഇതിൽ ആരാണ് വലിയ സൈഡ്? 2x ആണോ, 3x ആണോ, 4x ആണോ? 4x. ഓക്കെ, ഈ 4x എന്ന് പറയുന്നത് ഏറ്റവും ചെറിയ വശത്തിനേക്കാൾ, അതായത് ഏറ്റവും വലിയ വശമായ 4x ഏറ്റവും ചെറിയ വശമായ ഏതെക്സ് 2x-നേക്കാൾ 20 സെൻറ്റിമീറ്റർ കൂടുതലാണെന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യണം? 20 കൂട്ടണം. ഇനി ഇതിൽ നിന്ന് എക്സ് കണ്ടുപിടിക്കാം. എന്താ രസമാണല്ലോ ചെയ്യാനായിട്ട്. എക്സുകാരെല്ലാവരും ഒരു സൈഡിലോട്ട് കൊടുക്കാം. ഇവിടെ ഈ 2x = ഇപ്പുറത്തോട്ട് കൊടുക്കാം. അപ്പോൾ +2x ഇപ്പുറത്തോട്ട് വരുമ്പോൾ എന്താകും? -2x = 20 മാത്രമേ ഇനി അവിടെ ഉള്ളൂ. 4x നിന്ന് 2x പോയി കഴിഞ്ഞാൽ എത്രയാണ്? 4x നിന്ന് 2x പോയി കഴിഞ്ഞാൽ ബാക്കി 2x = 20. ഇതിൽ നിന്നും x കണ്ടുപിടിക്കാൻ × 2 = അപ്പുറത്തോട്ട് കൊടുക്കാം. ദാറ്റ് ഈസ് x = × 2 = അപ്പുറത്തോട്ട് പോകുമ്പോൾ ÷ 2. എക്സിൻ്റെ വാല്യൂ കിട്ടി മക്കളെ, 10 സെൻറ്റിമീറ്റർ. കഴിഞ്ഞു. ഇനി സൈഡ് കണ്ടുപിടിക്കാൻ 2x-ഉം 3x-ഉം 4x-ലും 2 × 10, 3 × 10, 4 × 10 ചെയ്ത് കൊടുക്കാം. സിമ്പിൾ അല്ലേ? ഇതാ കഴിഞ്ഞു. ഇതാ നമ്മൾ ചെയ്യാൻ പോകുന്നു. സൈഡ്സ് കണ്ടുപിടിക്കാം. ഇതാണ് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യനിൽ. ഫസ്റ്റ് 2x ആണ്. അതായത് 2 × x എത്രയാ? 10, 20 സെൻറ്റിമീറ്റർ. അടുത്തത് 3x 3 × 10, 30 സെൻറ്റിമീറ്റർ. ഓക്കെ, ലാസ്റ്റ് വൺ 4x. അതായത് 4 × 10, 40 സെൻറ്റിമീറ്റർ. എന്ത് രസമാണല്ലോ ചെയ്യാൻ. ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് ശരിയല്ലേ? ചെറിയ സൈഡായ 20-നേക്കാൾ 20 സെൻറ്റിമീറ്റർ കൂടുതലാണ് വലിയ സൈഡ് 40. ഓക്കെ, അപ്പോൾ ഡീലല്ലേ? ഈ ക്വസ്റ്റ്യനും സെറ്റല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് വെയിറ്റ് ചെയ്യാനില്ല, നേരെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. അടുത്ത ക്വസ്റ്റ്യൻ വളരെ വെറൈറ്റി ക്വസ്റ്റ്യൻ ആണ്. ഒത്തിരി മെത്തേഡ്സ് ഉണ്ട്. ഞാൻ ഏറ്റവും സിംപ്ലസ്റ്റ് മെത്തേഡ്, ഓക്കെ, മാക്സിമം ഒരു 2 മാർക്കിനോ 3 മാർക്കിനൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ, 2 മാർക്കിനൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ നമുക്ക് ഓപ്റ്റ് ചെയ്യാൻ പറ്റുന്നൊരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അല്ലെങ്കിൽ ഓപ്ഷൻസിലും ചോദിക്കാം. ഓക്കെ, ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ആൻഡ് സിംപ്ലസ്റ്റ് മെത്തേഡിലാണ് മിസ് പറഞ്ഞു പോകുന്നത് കേട്ടോ. ആ ബോക്സ് കണ്ടെയ്ൻ ബീഡ്സ് ഓഫ് 3 കളേഴ്സ്. ഒരു പെട്ടിയിൽ 3 കളേഴ്സ് മുത്തുകളുണ്ട്. ദി റേഷ്യോ ഓഫ് നമ്പർ ഓഫ് ബ്ലാക്ക് ബീഡ്സ് ടു ദി നമ്പർ ഓഫ് വൈറ്റ് ബീഡ്സ്. അതായത് ബ്ലാക്ക് ഈസ് ടു വൈറ്റ് എന്ന് പറയുന്ന റേഷ്യോ എന്ന് പറയുന്നത് എത്രയാണ്? 3:5 ആണ്. അതുപോലെ തന്നെ വൈറ്റ് ഈസ് ടു റെഡ് എന്ന് പറയുന്നത് 2:3 ആണ്. അങ്ങനെയാണെങ്കിൽ 3 പേരുടെയും റേഷ്യോ എത്രയാണ്? 2 പേരെ വെച്ചാൽ തന്നിരിക്കുന്നത്. 3 പേരുടെയും അംശബന്ധം കണ്ടുപിടിക്കണം. സ്റ്റാർട്ട് ചെയ്താലോ? യെസ്. ആദ്യം ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് എഴുതാം. ബ്ലാക്ക് ഈസ് ടു വൈറ്റ്. ഫസ്റ്റ് തന്നിരിക്കുന്ന റേഷ്യോ എത്രയാണ്? 3:5. ഇനി നെക്സ്റ്റ് വൺ, അടുത്ത ആരാണ്? വൈറ്റ് ഈസ് ടു റെഡ് 2:3. വെള്ള ഈസ് ടു റെഡ് എത്രയാണ്? 2:3. ഓക്കെ, കണ്ടുപിടിക്കേണ്ടത് എല്ലാവരും ബ്ലാക്ക് ഈസ് ടു വൈറ്റ് ഈസ് ടു റെഡ്, ഈ 3 പേരുടെയും അംശബന്ധം അല്ലേ? 3 പേരെയും കൂടി ഒരുമിച്ചുള്ള റേഷ്യോ ആണ് കണ്ടുപിടിക്കേണ്ടത്. ഏറ്റവും സിംപ്ലസ്റ്റ് മെത്തേഡ് മിസ് പറഞ്ഞതുപോലെ ചെയ്യാൻ പോകുന്നു. ശ്രദ്ധിച്ചിരിക്കാം കേട്ടോ. തന്നിരിക്കുന്ന കാര്യങ്ങൾ വീണ്ടും ഇതാണ്. ബ്ലാക്ക് ഈസ് ടു വൈറ്റ്
ബ്ലാക്ക് ഈസ് ടു വൈറ്റ് 3:5 തന്നിരിക്കുന്നത്. അതുപോലെ തന്നെ വൈറ്റ് ഈസ് ടു റെഡ് 2:3 തന്നിരിക്കുന്നത്. ഇവിടെ രണ്ട് സ്ഥലത്ത് ആര് കോമൺ ആയിട്ടുണ്ട്? വൈറ്റ്, വെള്ള മുത്തുകൾ കോമൺ ആയിട്ടുണ്ട്. അപ്പോൾ പക്ഷേ വെള്ള മുത്തുകൾ കോമൺ ആയിട്ടുണ്ടെങ്കിലും ഇവിടെ 5 ഇവിടെ 2 വേറെ വേറെ നമ്പേഴ്സാണ് കിടക്കുന്നത്, റേഷ്യോസ് വേറെയാണ്. ഒന്നും ചെയ്യാനില്ല, അവരെ തമ്മിൽ എന്ത് ചെയ്യുക? ഒരേപോലെ ആക്കുക. ഓക്കെ ആണോ? സെറ്റാണോ? ഈ രണ്ട് നമ്പേഴ്സ് ഒരേപോലെ ആക്കണമെങ്കിൽ ഈ 5 കൊണ്ട് ഈ 2നെ ഇൻറ്റു ചെയ്യണം, ഈ 2 കൊണ്ട് ഈ 5നെയും ഇൻറ്റു ചെയ്യണം. ഒരാളെ മാത്രം ഇൻറ്റു ചെയ്താൽ പോരാ, ഇവൻ എന്ത് ചെയ്താലും ഇവനെയും ചെയ്യണം. 2 കൊണ്ടാണല്ലോ ഇൻറ്റു ചെയ്തത്. ഓക്കെ 2. ഓക്കെ, ഇവൻ എന്ത് ചെയ്താലും ഇവനെയും ഇൻറ്റു ചെയ്യണം. മിസ് ഒന്നും കൂടി പറഞ്ഞു തരാം, എല്ലാവരും ശ്രദ്ധിച്ച് നോക്കി. രണ്ട് സൈഡിലും വൈറ്റ് കോമൺ ആയിട്ടുണ്ട്. അപ്പോൾ ഇവിടുത്തെ വൈറ്റ് കൊണ്ട് ഇവരെ രണ്ടുപേരെയും ഇൻറ്റു ചെയ്യുന്നു. അതായത് ഈ 5 കൊണ്ട് 2 × 5 3 × 5 ചെയ്യും. അതുപോലെ തന്നെ ഇവിടുത്തെ വൈറ്റ് ഇല്ലേ 2 കൊണ്ട് ഈ 2 പേരെയും ഇൻറ്റു ചെയ്യണം. 3 × 2 5 × 2 ചെയ്യണം. സിമ്പിളായിട്ട് കിട്ടും. അതാ നോക്കിയേ, ആൻസർ ആയിട്ടോ. 3 × 2 6:2 5 × 2 10. ഇവിടെ 2 × 5 വീണ്ടും 10, 3 × 5 15. ഇപ്പോൾ 2 പേരും ഈക്വൽ ആയില്ലേ? നേരെ ഒരുമിച്ച് എഴുതാം. ദാറ്റ് ഈസ് 6:10:15. ആൻസർ ആയില്ലേ? ബ്ലാക്ക് ഈസ് ടു വൈറ്റ് ഈസ് ടു റെഡ്. ഏറ്റവും സിംപ്ലസ്റ്റ് മെത്തേഡാണ് കേട്ടോ. ഒത്തിരി മെത്തേഡ്സ് ഉണ്ട്, മിസ് പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും ഓപ്റ്റ് ചെയ്യാം. ഇത് ഏറ്റവും പെട്ടെന്ന് കിട്ടുന്ന ഒരു ക്വസ്റ്റ്യൻ. നമുക്ക് അധികം ടൈമും പോകത്തില്ല. പെട്ടെന്ന് കറക്റ്റ് ആൻസറിലോട്ട് തെറ്റാനൊക്കെ ഭയങ്കര സാധ്യത കുറവാണ്. പെട്ടെന്ന് ജസ്റ്റ് ഇൻറ്റു ചെയ്തിട്ട് ആൻസറിലോട്ട് എഴുതിയാൽ മതി. ഓക്കെ ആണല്ലോ? സെറ്റാണല്ലോ? അപ്പോൾ ഈ ക്വസ്റ്റ്യൻ മനസ്സിലായേ? യെസ്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ലാസ്റ്റത്തിന് മുന്നേ ഉള്ളൊരു ലാസ്റ്റ് ഒരു സെക്ഷൻ ഉണ്ട്, അതിന് മുന്നേ ഒരു റേഷ്യോസിൻ്റെ അല്ലേ M:N എന്ന് പറയുന്ന അംശബന്ധത്തിൽ കട്ട് ചെയ്യുന്നു എന്നൊക്കെ പറയുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. പക്ഷേ ഭയങ്കര സിമ്പിളാണ് കേട്ടോ. ചെയ്താലോ നമുക്ക്? അതിൽ ഒത്തിരി ക്വസ്റ്റ്യൻസ് നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ അവൈലബിൾ ആണ്. മിസ് അതിൽ നിന്ന് ഒരു പ്രധാനപ്പെട്ട ഒരു 2 3 ക്വസ്റ്റ്യൻസ് എടുത്തിട്ടുള്ളൂ. അതിന് മുൻപ് നമുക്ക് എന്താണ് ഈ M, N എല്ലാം നോക്കാം. ഒരു ലൈൻ ഉണ്ട്, AB എന്ന് പറയുന്ന ഒരു ലൈൻ ഉണ്ട്. ABയെ P എന്ന് പറയുന്ന പോയിന്റ് M:N എന്ന് പറയുന്ന റേഷ്യോയിൽ മുറിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ APയുടെ ലെങ്ത് എത്ര, PBയുടെ ലെങ്ത് എത്ര? ഓക്കെ, അപ്പോൾ നോക്കാം. APയുടെ ലെങ്ത് എന്ന് പറയുന്നത് ഇത്ര ഉള്ളടാ, ടോട്ടൽ ലെങ്ത് ആകെ നീളം ഇൻറ്റു AP അല്ലേ? APയുടെ റേഷ്യോ എത്രയാണ്? M/ആ റേഷ്യോൻ്റെ സം M+N. ഇത്രേ ഉള്ളൂ, സിമ്പിൾ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ BP അല്ലെങ്കിൽ PBയുടെ ഒന്ന് പറഞ്ഞിടാം. മിസ്സിൻ്റെ കൂടെ പറഞ്ഞോളൂ. ടോട്ടൽ ലെങ്ത് ഇൻറ്റു ആകെ നീളം ഇൻറ്റു PBയുടെ റേഷ്യോ N ആണ്. N/M+N. സിമ്പിൾ. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഭയങ്കര സിമ്പിളാണ്. എന്താണോ റേഷ്യോ, ഏത് സൈഡാണോ കണ്ടുപിടിക്കേണ്ടത് ആ റേഷ്യോ അവിടെ എഴുതാം. അത്രേ ഉള്ളൂ. അപ്പോൾ നമുക്ക് നേരെ ഒരു ക്വസ്റ്റ്യൻ ചെയ്താലോ? ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഓക്കെ, a point divides 9 cm long line in the ratio 2:3. ഓക്കെ, 2:3 എന്ന് പറയുന്ന അംശബന്ധത്തിൽ 9 cm ലൈൻ മുറിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഓരോ പാർട്ടിൻ്റെ ആ മുറിക്കുന്ന പാർട്ട് അല്ലെ ഭാഗം എത്രയാണെന്ന് കണ്ടുപിടിക്കുക. വേഗം ഒന്ന് ലൈൻ വരച്ച് വേഗമാവട്ടെ. ഓക്കെ, AB എന്ന് പറയുന്ന ലൈൻ വരച്ചിട്ടുണ്ട്. AB എന്ന് പറയുന്ന ലൈൻ AB എത്ര സെൻറ്റിമീറ്റർ ആണ്? 9 സെൻറ്റിമീറ്റർ. ഓക്കെ ആണോ? ഓക്കെ, എന്നിട്ട് നമ്മൾ പറയുന്നത് P എന്ന് പറയുന്ന ഒരു പോയിന്റ് ABയെ മുറിക്കുന്നത് 2:3 എന്ന് പറയുന്ന അംശബന്ധത്തിലാണ്. 2:3, അതായത് നമ്മുടെ M:N എന്ന് പറയുന്ന റേഷ്യോ അല്ലേ? അതെ. നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? APയും കണ്ടുപിടിക്കണം, PBയും കണ്ടുപിടിക്കണം. മിസ് പറഞ്ഞതുപോലെ തന്നെ ഇക്വേഷൻ അറിയാലോ, എന്ത് ചെയ്യണം? എല്ലാ അളവുകളും അറിയാം. നമുക്ക് നേരെ തന്നെ കണ്ടുപിടിക്കാം. അപ്പോൾ AP കണ്ടുപിടിക്കാം കേട്ടോ. AP ഏതാണ്? ടോട്ടൽ ലെങ്ത് ഇൻറ്റു അല്ലേ ആകെ നീളം. ടോട്ടൽ ലെങ്ത് ഇൻറ്റു APയുടെ റേഷ്യോ M അല്ലേ? M/M+N ആണ്. എല്ലാ ആളുകളും അവിടെ ഉണ്ട് അല്ലേ? 9 ഇൻറ്റു M എത്രയാണ്? 2/M+N. 2+3 ദാറ്റ് ഈസ് 9 × 2 18 ഡിവൈഡഡ് ബൈ 5. ഡിവൈഡ് ചെയ്യുമ്പോൾ പോയിന്റ് വരും 3.6 സെൻറ്റിമീറ്റർ. പെട്ടെന്ന് കിട്ടും കേട്ടോ. ഓക്കെ, കാൽക്കുലേഷൻസ് നിങ്ങൾ ചെയ്യാം. മിസ് നേരെ തന്നെ ചെയ്തു പോയി. ഓക്കെ, അപ്പോൾ APയുടെ ലെങ്ത്ത് 3.6
3.6. അപ്പോൾ നിങ്ങൾ ചോദിക്കും അപ്പോൾ പി ബിയുടെ ലെങ്ത് കണ്ടുപിടിക്കാനായിട്ട് ഈ ടോട്ടൽ 9ൽ നിന്ന് 3.6 മൈനസ് ചെയ്താൽ പോരെ? മതി. എന്നാലും ആൻസർ കറക്റ്റായിട്ട് തന്നെ വരും കേട്ടോ. അതല്ലാതെ മിസ് 2 മെത്തേഡും കാണിക്കാം. ഈ ടോട്ടൽ 9 ഉണ്ട്, ഈ 9ൽ നിന്ന് എ പി മൈനസ് ചെയ്താൽ, അതായത് 3.6 9ൽ നിന്ന് കുറച്ചാൽ ബാക്കി ബി പി കിട്ടും. അല്ലെങ്കിൽ നമ്മുടെ റേഷ്യോയിൽ അല്ലേ എന്താണ് ഈ എമ്മിന് പകരം എൻ ഇട്ട് കൊടുത്തു കഴിഞ്ഞാലും പി ബി കിട്ടും. നമുക്ക് 2 മെത്തേഡ് ഒന്ന് ചെയ്ത് നോക്കാം. ആകെ ഒരു ക്വസ്റ്റ്യനിൽ നമുക്ക് എല്ലാം ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ വേറൊരു മെത്തേഡാണ് കേട്ടോ, വേറൊരു രീതിയിലുള്ള ക്വസ്റ്റ്യൻ ആണ്, വേറൊരാളെയാണ് കണ്ടുപിടിക്കേണ്ടത്. അതുകൊണ്ട് ഇതിൽ തന്നെ എല്ലാം ചെയ്തു പോവാം. ഓക്കെ, അപ്പോൾ എന്താണ് പി ബി 9ൽ നിന്ന് എന്ത് മൈനസ് ചെയ്താൽ മതി? 3.6 മൈനസ് ചെയ്താൽ മതി, 5.4 സെൻറ്റിമീറ്റർ കിട്ടും. ഓർ നമ്മൾ പഠിച്ച ഇക്വേഷൻ പി ബി ഇസ് ഈക്വൽ ടു ടോട്ടൽ ലെങ്ത് ഇൻറ്റു പി ബിയുടെ അംശബന്ധം n ബൈ m പ്ലസ് n. ടോട്ടൽ ലെങ്ത് എത്രയാ? 9 ഇൻറ്റു n എന്ന് പറയുന്നത് 3/2+3, ദാറ്റ് ഈസ് 27/5. ഡിവൈഡ് ചെയ്യുമ്പോൾ 5.4 കറക്റ്റായിട്ട് തന്നെ ആൻസർ വരും കേട്ടോ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഏത് രീതി വേണമെങ്കിലും ചെയ്യാം, ഏത് രീതി ചെയ്താലും ആൻസർ കറക്റ്റായിട്ട് വന്നാൽ മതി. ഓക്കെ, സെറ്റ് അല്ലേ? ഓക്കെ, അപ്പോൾ റേഷ്യോ വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ മനസ്സിലായോ? ഓക്കെ, റേഷ്യോ തന്നിട്ട് ഇത്ര ഭാഗമായിട്ടല്ലേ 2 ഭാഗമായിട്ട് ഭാഗിച്ചിട്ടുണ്ട്, ഇന്ന റേഷ്യോസ് ആണ്, അങ്ങനെയാണെങ്കിൽ ആ ഭാഗം എത്ര സെൻറ്റിമീറ്റർ ആണെന്ന് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നേരെ അപ്ലൈ ചെയ്യാം. ഉറപ്പായിട്ടും ക്രിസ്മസ് പരീക്ഷയ്ക്ക് ചോദിക്കും. ഓക്കെ ആണോ? യെസ്. അങ്ങനെയാണെങ്കിൽ ഇതുപോലെ തന്നെ റിവേഴ്സ് വരുന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ട്, അതുകൂടി നമുക്കൊന്ന് ചെയ്തേക്കാം. യെസ്, ഇതാ വന്നു. If 2 parts got when a line is divided in the ratio 3:5, the longer part is 6 cm long. What is the length of whole line? ഓക്കെ, അതായത് ഒരു ലൈൻ ഉണ്ട്, ഒരു ലൈൻ മിസ് വരച്ചു. സ്ഥിരമായിട്ട് നമ്മുടെ പരമ്പരാഗതമായ പേര് തന്നെ കൊടുക്കാം, എ ബി. എ ബി എന്ന് പറയുന്ന റേഷ്യോയിനെ ഒരു പോയിന്റ് 3:5 എന്ന് പറയുന്ന അംശബന്ധത്തിൽ മുറിക്കുന്നുണ്ട്. വീണ്ടും പി എന്ന് കൊടുത്തു, 3:5, അതായത് m/n ആണ് ഈ തന്നിരിക്കുന്നത്. ഓക്കെ, നമ്മളോട് പറയുന്നത് ദി ലോങ്ങർ പാർട്ട് ഈസ് 6 സെൻറ്റിമീറ്റർ. ഇവിടെ നമ്മളോട് മൊത്തം എ ബിയുടെ നീളമല്ല തന്നിരിക്കുന്നത്, ആ മുറിച്ചിരിക്കുന്നതിൽ വലിയ വശം 6 സെൻറ്റിമീറ്റർ ആണ്. മുറിച്ചിരിക്കുന്നതിൽ വലിയ വശം ഇതാണ്, പി ബി ആണ്, അവൻ 6 സെൻറ്റിമീറ്റർ ആണെന്ന് പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഹോൾ ലൈൻ, അതായത് മൊത്തം വരയുടെ നീളം, അതായത് എ ബി ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇത്ര നേരം എ ബി തന്നിട്ട് ബാക്കി പാർട്ടുകളായിരുന്നു കണ്ടുപിടിച്ചത്. ഇവിടെ എ ബി തന്നെ തന്നിട്ടില്ല, എന്നിട്ട് ഒരു ഭാഗം തന്നിരിക്കുന്നു. കണ്ടുപിടിച്ചാലോ? ഒന്നുമില്ല, നമ്മൾ പഠിച്ച ഇക്വേഷൻ തന്നെ കൊടുക്കാം. അപ്പോൾ പി ബി ആണ് തന്നിരിക്കുന്നത്. പി ബി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് പി ബി ഇസ് ഈക്വൽ ടു ടോട്ടൽ ലെങ്ത് അല്ലേ, ആകെ നീളം ഇൻറ്റു പി ബിയുടെ റേഷ്യോ n ബൈ m പ്ലസ് n. ടോട്ടൽ ലെങ്ത് അറിയില്ല, എ ബി അറിയില്ല, കണ്ടുപിടിക്കണം. ഇൻറ്റു n എന്ന് പറയുന്നത് എത്രയാണ്? 5 ഡിവൈഡഡ് ബൈ m പ്ലസ് n, 3 പ്ലസ് എത്രയാണ്? 5. ഇനി പി ബി നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 6, ഞാൻ അതുപോലെ തന്നെ എഴുതി. ഓക്കെ, അപ്പോൾ തന്നിരിക്കുന്ന കാര്യങ്ങൾ എല്ലാവരും എഴുതി, അതിൽ എ ബി മാത്രം ഇല്ല, എ ബി ആണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ ആണോ? ദാറ്റ് ഈസ് 6 ഇസ് ഈക്വൽ ടു എ ബി ഇൻറ്റു 5/3 + 5 8. ഓക്കെ, പിന്നെ അങ്ങനെ തന്നെ ഇങ്ങോട്ടേക്ക് കൊണ്ടുപോകാം. ഞാൻ തൽക്കാലം അങ്ങനെ കൊണ്ടുപോകുന്നില്ല, ഓരോ ആളുകളെയും കൊണ്ടുപോകാൻ പോകുന്നു. 6 ഇവിടെ ഓൾറെഡി ഉണ്ട്. ഡിവൈഡഡ് ബൈ 8 ഇപ്പുറത്തോട്ട് പോകുമ്പോൾ ഇൻറ്റു 8 ഇസ് ഈക്വൽ ടു എ ബി ഇൻറ്റു 5 എന്ന് വന്നു. ഓക്കെ ആണോ? 6 8 48 ഇസ് ഈക്വൽ ടു എ ബി ഇൻറ്റു 5. എ ബി കണ്ടുപിടിക്കാൻ ഇൻറ്റു 5 നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുപോകാം, ഈക്വൽ ടു ഇപ്പുറത്തോട്ട് കൊണ്ടുപോകാം. ദാറ്റ് ഈസ് 48 ഡിവൈഡഡ് ബൈ 5 ഇസ് ഈക്വൽ ടു എ ബി. നേരെ ഡിവൈഡ് ചെയ്യുമ്പോൾ ആൻസർ വരുന്നത് ആൻസർ നേരെ എഴുതുവാണെങ്കിൽ 9.6 എന്ന് വരും. ഓക്കെ ആണോ? അതായത് എ ബിയുടെ നീളം, ആകെ നീളം, ടോട്ടൽ ലെങ്ത് എന്ന് പറയുന്നത് 9.6 സെൻറ്റിമീറ്റർ ആണ്. ക്ലിയർ ആണോ? ഓക്കെ ആണോ? യെസ്. അപ്പോൾ നേരത്തെ നമ്മൾ ചെയ്ത് എന്തായിരുന്നു? റേഷ്യോയും ടോട്ടൽ മെഷർമെന്റ് എല്ലാം തന്നിട്ട് ആ പാർട്ട് അല്ലേ മുറിച്ചിരിക്കുന്ന ഭാഗത്തിന്റെ അളവാണ് കണ്ടുപിടിച്ചത്. ഇവിടെ ഒരു ഭാഗം മുറിച്ചിരിക്കുന്നത് തന്നു, എന്നിട്ട് ഹോൾ പാർട്ട് അല്ലെങ്കിൽ മൊത്തത്തിലുള്ള ആ ഒരു വരയുടെ നീളം കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ സെയിം ഇക്വേഷനിൽ കൊടുക്കുക. കണ്ടുപിടിക്കേണ്ട ആൾ അവിടെ തന്നെ നിർത്തിയിട്ട് ബാക്കി എല്ലാവരെയും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമുക്ക് കൊണ്ടുപോകണം. ഓക്കെ ആണോ? സെറ്റ് ആണല്ലോ? ക്ലിയർ ആണല്ലോ? ഇനി നമ്പർ ലൈനിൽ വരക്കാൻ പറഞ്ഞാലും ഇതുപോലെ തന്നെ സ്കെയിലും പെൻസിലും എടുത്തിട്ട് എന്ത് ചെയ്യുക? ഒരു 9.6 സെൻറ്റിമീറ്റർ വരച്ചിട്ട് ഇതാ പി ബി ആണ് 6. അപ്പോൾ ഇവിടെ നിന്ന് എന്ത് ചെയ്യുക?
ഒരു 6 സെൻറ്റിമീറ്റർ അടയാളപ്പെടുത്തുമ്പോഴും വരക്കുമ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം വളരെ കൃത്യമായിട്ട് ശ്രദ്ധിക്കണം. സ്കെയിലും പെൻസിലും മാത്രം ഉപയോഗിച്ച് വരക്കുന്ന കാര്യങ്ങൾ അതിൽ അടയാളപ്പെടുത്തുക നിർബന്ധമായിട്ടും. ഓക്കെ, ഇപ്പോൾ നമ്മളൊരു 2 സെൻറ്റിമീറ്റർ വെറുതെ ലൈൻ വരച്ചാലും അവിടെ 2 സെൻറ്റിമീറ്റർ എന്ന് എന്ത് ചെയ്യണം, 2 സെൻറ്റിമീറ്റർ എന്ന് അടയാളപ്പെടുത്തണം കേട്ടോ. അടയാളപ്പെടുത്തുമ്പോഴും പേന യൂസ് ചെയ്ത് പെൻസിൽ ഉപയോഗിച്ച് വേണം വരക്കാനായിട്ട്. ഓക്കെ ആണോ? എഴുതാനായിട്ട്. അപ്പോൾ നല്ല ഭംഗിയിൽ നല്ല തെളിച്ചുള്ള പെൻസിലൊക്കെ വെച്ചിട്ട് നല്ല സൂപ്പറായി തന്നെ ബൈസെറ്റേഴ്സൊക്കെ വരുന്നില്ലേ, ബൈസെറ്റേഴ്സിലൊക്കെ നമ്മൾ വരക്കാനായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ട്. വരക്കുമ്പോൾ വെറുതെ കുറേ ഇങ്ങനെ വരകൾ മാത്രമായാൽ പോരാ, വരച്ചിരിക്കുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് അടയാളപ്പെടുത്തണം. ഒരു ലൈൻ വരച്ചാൽ അതിന് AB അല്ലെ, നമ്മുടെ ക്ലാസ്സിൽ നമുക്കൊക്കെ പേരില്ലേ അല്ലേ, നമ്മുടെ നാട്ടിലും നമുക്കും ഇപ്പോൾ കാണുന്ന നിങ്ങൾക്കും ഒരു പേരുണ്ടല്ലേ, മിസ്സിൻ്റെ പേര് എന്താ, രേഷ്മ എന്നാണ്. അതുപോലെ തന്നെ ഒരു വര വരച്ചാൽ ആ വരക്കും പേര് കൊടുക്കണം. ABയോ XYയോ PQ എന്നോ എന്താണോ പേര് ആ പേരങ്ങ് കൊടുക്കണം. ഓക്കെ ആണോ? ഇതെല്ലാം മാത്സിൽ ഇതെല്ലാം റൂളാണ് എന്ന് തന്നെ പറയാം അല്ലേ. അപ്പോൾ നമ്മളൊരു വര വരച്ചാൽ പോലും അവൻ എന്തിനു കൊടുക്കണം, പേര് കൊടുക്കണം കേട്ടോ, അത് വിട്ടുപോകരുത്. ഓക്കെ, യെസ്. അപ്പോൾ റേഷ്യോ എന്ന് പറയുന്ന സെക്ഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ആൻഡ് ലാസ്റ്റ് സെക്ഷനിലോട്ടാണ് പോകുന്നത്. മിസ്സ് വെള്ളം കുടിക്കുന്ന കണ്ടിട്ട് ക്ലാസ് കണ്ടുകൊണ്ടിരിക്കാൻ നിങ്ങളാരെങ്കിലും കുടിച്ചായിരുന്നോ? നിങ്ങൾക്ക് തോന്നിയോ കുടിക്കാൻ തോന്നി കമൻറ്റ് ചെയ്യാം അല്ലേ. ആരെങ്കിലും വെള്ളം ഇതിനിടയിൽ ഇങ്ങനെ കണ്ട് കുടിച്ചെങ്കിൽ. ഓക്കെ, ചുമ്മാ പറഞ്ഞതാണ്. ലാസ്റ്റ് സെക്ഷനിലോട്ട് പോയാലോ. ആൻഡ് ലാസ്റ്റ് സെക്ഷൻ എന്ന് പറയുന്നത് കുറച്ച് അധികം ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു ഏരിയയാണ്. ഓക്കെ, ആൻഡ് ഏരിയ എന്ന് പറഞ്ഞപ്പോൾ ഏരിയ റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് ഇവിടെ പഠിക്കാൻ പോകുന്നത് നമ്മൾ. ഓക്കെ, അതിൽ ഒരു 3 ലാസ്റ്റ് എക്സസൈസ് നമുക്കൊരു 3 ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതിലൊരു 2 ക്വസ്റ്റ്യൻസ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നുണ്ട് കേട്ടോ. സ്റ്റാർട്ട് ചെയ്താലോ? യെസ്. അപ്പോൾ ക്വസ്റ്റ്യൻസിലേക്ക് കിടക്കുന്നതിന് മുൻപ് മിസ് ഒരു കാര്യം ഒന്ന് പറഞ്ഞിട്ട് ആ ഒരു കൺസെപ്റ്റ് ഒന്ന് പറഞ്ഞു തരാം. ഓൾറെഡി നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ റിവിഷൻ ആയിരിക്കുമല്ലോ ഇപ്പോൾ കാണുന്നത് അല്ലേ. ഓക്കെ, എന്നാൽ നമുക്കൊന്ന് പൊടി തട്ടിയെടുക്കാം. ഒരു ട്രയാങ്കിൾ ഉണ്ട്. ആ ട്രയാങ്കിൾ ഞാൻ വീണ്ടും അല്ലേ നമ്മൾ പേര് കൊടുക്കണം. ABC. A എന്ന് പറയുന്ന വെർട്ടെക്സിൽ നിന്നും, അതായത് ഒരു ട്രയാങ്കിളിൻ്റെ ഒരു വെർട്ടെക്സിൽ നിന്നും ഏതെങ്കിലും ഒരു വെർട്ടെക്സിൽ നിന്നും ഓപ്പോസിറ്റ് സൈഡിലേക്ക് ഞാനൊരു ലൈൻ വരച്ചു. D എന്ന് പേര് കൊടുത്തു. അപ്പോൾ ഈ ഓപ്പോസിറ്റ് സൈഡ് 6 സെൻറ്റിമീറ്റർ ഉണ്ടായിരുന്നു. ഇത് 2 സെൻറ്റിമീറ്ററും ഇത് 4 സെൻറ്റിമീറ്ററായിട്ട് എന്ത് ചെയ്തു, ഡിവൈഡ് ചെയ്തു. D എന്ന് പറയുന്ന പോയിന്റ് ഞാൻ ഇതുമാണ്. BD = DC എത്രയാണ്? 2:4. ഇവനെ ചെറുതാക്കുമ്പോൾ 1:2 എന്ന് വരുമല്ലോ. കുറച്ചൊന്നുകൂടി ഒന്ന് വെള്ളം കുടിച്ചോട്ടെ, മിസ് തൊണ്ട പോകുന്നു. ഓക്കെ, ഓക്കെ, യെസ്. അപ്പോൾ എന്താണ്, ഒരു ട്രയാങ്കിൾ ഉണ്ട്, ഒരു ത്രികോണമുണ്ട്. അവൻ്റെ ഒരു വെർട്ടെക്സിൽ നിന്നും ഒരു മൂലയിൽ നിന്നും ഓപ്പോസിറ്റ് സൈഡിലേക്ക് ഒരു ലൈൻ വന്ന് കട്ട് ചെയ്യുന്നുണ്ട്. ആ കട്ട് ചെയ്യുന്നത് 2 സെൻറ്റിമീറ്റർ 4 സെൻറ്റിമീറ്റർ ആയിട്ടാണ്. അതായത് അവൻ്റെ റേഷ്യോ എത്ര വന്നു? 1:2 എന്ന് പറയുന്ന അംശബന്ധത്തിലാണ് ഇവനെ കട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇവനെ കട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇവിടെ 2 ട്രയാങ്കിൾ കിട്ടും. ഒരു ഓറഞ്ച് ട്രയാങ്കിൾ കിട്ടും, അതുപോലെ തന്നെ ഒരു പച്ച ട്രയാങ്കിളും കിട്ടും അല്ലേ. ഓറഞ്ചും പച്ച ഒരേപോലെ ഇരിക്കുന്നല്ലോ. ഓക്കെ, ഓറഞ്ചും വെള്ളയും കുഴപ്പമില്ലല്ലോ. ഓക്കെ, അപ്പോൾ ഒരു ഓറഞ്ച് ട്രയാങ്കിളും കിട്ടും, ഒരു വെള്ള ട്രയാങ്കിളും കിട്ടും. ഇവരുടെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ ഈ കട്ട് ചെയ്യുന്ന റേഷ്യോ ഇല്ലേ 1:2, ഇവൻ്റെ ബേസ് അഥവാ ഈ ഒരു സൈഡ് മുറിക്കുന്ന അംശബന്ധമില്ലേ, ഈ അംശബന്ധം തന്നെയായിരിക്കും ഈ 2 ട്രയാങ്കിൾസിൻ്റെയും ഏരിയ പരപ്പളവിൻ്റെയും അംശബന്ധം. മനസ്സിലായോ? ഓക്കെ ആണോ? അതായത് ഒരു ട്രയാങ്കിൾ ഉണ്ട്, ഒരു ത്രികോണമുണ്ട്. ഒരു വെർട്ടെക്സിൽ നിന്നും ഓപ്പോസിറ്റ് സൈഡിലേക്ക് ഞാനൊരു വര വരച്ചു. അവനെ ഏത് അംശബന്ധത്തിലാണോ മുറിക്കുന്നത് അതേ അംശബന്ധം തന്നെയായിരിക്കും ആ മുറിച്ചു മാറ്റുമ്പോഴുള്ള 2 ത്രികോണങ്ങളുടെ പരപ്പളവ്, ആ ട്രയാങ്കിൾസിൻ്റെ ഏരിയയുടെയും അംശബന്ധം. അതായത് ഏരിയ ഓഫ് ട്രയാങ്കിൾ ABD = ഏരിയ ഓഫ് ട്രയാങ്കിൾ ACD എന്ന് പറയുന്നത് ഇതിനോട് തുല്യമായിരിക്കും. 1:2 തന്നെയായിരിക്കും. ഇതാണ് ഇവൻ്റെ കൺസെപ്റ്റ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ഓക്കെ ആണോ? സെറ്റല്ലേ? ഓക്കെ, അപ്പോൾ നമുക്ക് കുറച്ചല്ല ഒരു ക്വസ്റ്റ്യൻ ചെയ്യാം. ആൻഡ് വീണ്ടും മിസ് പറയുന്നുണ്ട് ഈ ക്വസ്റ്റ്യൻസ് പല മെത്തേഡ്സിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, പല രീതിക്ക് നമുക്ക് ചെയ്തു പോകാം. നമ്മൾ ആക്ച്വലി പഠിച്ചിരിക്കുന്ന ഒരു മെത്തേഡ് ഉണ്ടല്ലേ, ഓൾജിബ്ര വെച്ചിട്ട് എക്സ് വെച്ചിട്ട് നമ്മൾ ഓൾറെഡി ഇപ്പോൾ പഠിച്ച് വന്നു റേഷ്യോസ്. അപ്പോൾ എക്സ് വെച്ച് തന്നെയാണ് മിസ് ചെയ്യുന്നത്. ഓക്കെ, ഡയറക്റ്റ് ആൻസറിലോട്ട് വരാൻ പറ്റും, പക്ഷെ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മാർക്ക് കിട്ടത്തില്ല. സോ നമ്മൾ എന്ത് ചെയ്യുന്നു, ആ ഒരു മെത്തേഡിൽ തന്നെയാണ് പോകുന്നത്. സ്റ്റാർട്ട് ചെയ്യാം. A triangle is divided into 2 small triangles. ഓക്കെ, ഒരു ട്രയാങ്കിൾ ഒരു ലൈൻ വെച്ച് ഇങ്ങനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. 1, 2.
രണ്ട് ട്രയാങ്കിൾ ആയിട്ട് ഭാഗിച്ചിട്ടുണ്ട്. ഫൈൻഡ് വാട്ട് പാർട്ട് ഓഫ് ദി ഏരിയ ഓഫ് ദി ഹോൾ ട്രയാങ്കിൾ ആർ ദി ഏരിയാസ് ഓഫ് ദി സ്മോൾ ട്രയാങ്കിൾ. അതായത് ഈ ഒരു ട്രയാങ്കിൾ കണ്ടോ, ഈ ഒരു ട്രയാങ്കിൾ ഈ മൊത്തം ട്രയാങ്കിളിൻ്റെ എത്ര ഭാഗമാണ്, അതുപോലെ തന്നെ ഈ നീല ട്രയാങ്കിൾ ഈ മൊത്തം ട്രയാങ്കിളിൻ്റെ എത്ര ഭാഗമാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് മക്കളെ, നമ്മൾ പണ്ട് ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടല്ലേ, ഒരു കേക്ക് അല്ലെ രാജുവിനും രാധയ്ക്കും മുറിച്ചു കൊടുത്തു എന്നൊക്കെ പറഞ്ഞ് പഠിച്ചിട്ടില്ലേ. ഒരു കേക്ക് ഉണ്ട്, അയ്യോ പറഞ്ഞു പോയല്ല, ഒരു കേക്ക് ഉണ്ട്, കേക്കിനെ 4 ഭാഗിച്ചു, ഈ ഭാഗം ഞാൻ കഴിച്ചു, എനിക്ക് എത്ര ഭാഗമാണ് കിട്ടിയത്, 1/4. ഇപ്പോൾ ഓർമ്മ വന്നോ? അത്രയും തന്നെ. അതായത് ഈ ഭാഗത്തിൽ ഇത് ഈക്വലായിട്ട് മുറിച്ചു എന്ന് നമുക്ക് പറയാൻ പറ്റും 1/4 അതുപോലെ തന്നെ ഈ ട്രയാങ്കിളിൽ ഈ പച്ചയിൽ വെച്ചിരിക്കുന്ന കുഞ്ഞു ട്രയാങ്കിൾ മൊത്തം ട്രയാങ്കിളിൻ്റെ എത്ര ഭാഗമാണ്, എത്ര പാർട്ടാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, കുഴപ്പമൊന്നുമില്ല, ഓക്കെ ആണ്. നമുക്കപ്പോൾ സ്റ്റാർട്ട് ചെയ്താലോ? ഓക്കെ, യെസ്, അളവുകളെല്ലാം തന്നിട്ടുണ്ട്. അവന് പേരൊന്നുമില്ല, നമുക്ക് അവന് പേര് കൊടുത്തേക്കാം. എ, പച്ച വേണ്ട അല്ലേ, വെള്ള കൊടുക്കാം. എ, ബി, സി, ഡി. ഓക്കെ, മിസ് നേരത്തെ ഒരു കാര്യം പറഞ്ഞായിരുന്നു. സി എന്ന് പറയുന്ന വെർട്ടെക്സിൽ നിന്നും ഓപ്പോസിറ്റ് സൈഡ് സിയുടെ എതിർവശത്തേക്ക് വരച്ചിരിക്കുന്ന ലൈനാണ് എ ബി അല്ലേ, അയ്യോ എ ബിയിലേക്ക് വരച്ചിരിക്കുന്ന ലൈനാണ് സി ഡി. അപ്പോൾ അവരെ മുറിക്കുന്ന അംശബന്ധവും ഈ ട്രയാങ്കിളിൻ്റെ ഏരിയയുടെ അംശബന്ധവും റേഷ്യോ സെയിമാന്ന് പറഞ്ഞു. അതായത് എ ഡി ഈസ് ടു ഡി ബി എന്ന് പറയുന്നത് 2:6. ചെറുതാക്കിയാൽ 1:3 എന്ന് കിട്ടും. ചെറുതാക്കാനൊക്കെ പഠിച്ചില്ലേ ഇപ്പോൾ സ്പീഡിൽ? ഓക്കെ, അതായത് ഈ ഒരു റേഷ്യോ 1:3 എന്ന് പറയുന്ന അംശബന്ധത്തിലാണ് സി ഡി എ ബിയെ കട്ട് ചെയ്യുന്നത്. അതേ അംശബന്ധം തന്നെയായിരിക്കും എന്ത്, ഈ ട്രയാങ്കിളിൻ്റെ ഏരിയയുടെ അംശബന്ധവും. ഇതല്ലേ നമ്മൾ പഠിച്ചത്? ഓക്കെ ആണോ? യെസ്, ഇവരുടെ ഏരിയയുടെ റേഷ്യോയിന് അത് എന്തായിരിക്കും? സെയിം ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഈ ആൻസർ കണ്ടുപിടിക്കാമല്ലോ. 1:3, ടോട്ടൽ 4 ഉണ്ട്, 4-ൽ 1 ഇവൻ, 1/4 ആയിരിക്കും ഇവൻ വരുന്നത്. ഇവൻ 3 റേഷ്യോ, 3/4 ആയിരിക്കും ഇവൻ്റെ ഉത്തരം. പെട്ടെന്ന് കിട്ടി. പക്ഷേ ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ നമുക്ക് എക്സാമിന് അങ്ങ് സ്കോർ ചെയ്യാൻ പറ്റത്തില്ല. നോക്കി, 1:3, 1 + 3 4, ടോട്ടൽ 4 ഭാഗമുണ്ട്. അതിലൊരു ഭാഗമാണ് ഈ ട്രയാങ്കിൾ, 3 ഭാഗമാണ് ഈ ട്രയാങ്കിൾ. അപ്പോൾ പെട്ടെന്ന് ആൻസറിലോട്ട് എത്താൻ പറ്റില്ല. എന്ത് സുഖമാണല്ലേ. പക്ഷേ ഇങ്ങനെ ചെയ്തിട്ട് കാര്യമുണ്ടോ? ഇല്ല. നമുക്കപ്പോൾ ആൻസേഴ്സിലോട്ട് പോകണം. നമ്മൾ ചെയ്ത മെത്തേഡിൽ തന്നെയാണ് വരുന്നത്. അപ്പോൾ ഇവൻ്റെ ഏരിയയും ഒരേ അംശബന്ധം 1:3 തന്നെയാണ്. ഓക്കെ, അപ്പോൾ നമുക്കൊന്ന് എഴുതിയേക്കാം. ഏരിയ ഓഫ് ട്രയാങ്കിൾ എ ഡി സി ഈസ് ടു ഏരിയ ഓഫ് ട്രയാങ്കിൾ ബി ഡി സി എന്ന് പറയുന്നത് 1:3 തന്നെയാണ്. നമ്മൾ എക്സ് വെച്ച് എഴുതുന്നു. ദാറ്റ് ഈസ് ഏരിയ ഓഫ് ട്രയാങ്കിൾ കാണുന്നുണ്ടോ? എ ഡി സി 1 റേഷ്യോ, 1 × x എന്ന് പറഞ്ഞാൽ എക്സ്. ഇനി ഏരിയ ഓഫ് ട്രയാങ്കിൾ ബി ഡി സി 3 റേഷ്യോ ഇൻറ്റു എക്സ് എന്ന് പറയുമ്പോൾ 3x എന്ന് വന്നു. അതായത് രണ്ടുപേരുടെയും ഏരിയ ഇത് എക്സ്, ഇവൻ 3x ആണെന്ന് കിട്ടി. ഈ എക്സും 3x കൂട്ടിയാൽ ആ ട്രയാങ്കിളിൻ്റെ മൊത്തത്തിലുള്ള ഏരിയ ആയില്ലേ? ഈ ട്രയാങ്കിളിൻ്റെ ഏരിയയും തമ്മിൽ കൂട്ടിയാൽ ട്രയാങ്കിൾ എ ബി സിയുടെ ഏരിയയായി. ക്ലിയർ ആണോ? ഓക്കെ, അപ്പോൾ മിസ് ആ സ്റ്റെപ്പ് എഴുതിക്കോട്ടെ. രണ്ട് കുഞ്ഞു ട്രയാങ്കിളിൻ്റെയും അല്ലെ, ഈ ഒരു കുഞ്ഞു ട്രയാങ്കിളിൻ്റെയും ഏരിയ പരപ്പളവ് കൂട്ടുമ്പോൾ വലിയ ട്രയാങ്കിളിൻ്റെ ഏരിയ കിട്ടുന്നു. മിസ് അപ്പോൾ എഴുതാൻ പോകുന്നു. ശ്രദ്ധിക്കുക. ഏരിയ ഓഫ് കാണുന്നുണ്ടോ? ഓക്കെ, ഏരിയ ഓഫ് ട്രയാങ്കിൾ എ ഡി സി പ്ലസ് ഏരിയ ഓഫ് ട്രയാങ്കിൾ ബി ഡി സി ചെയ്താൽ വലിയ ട്രയാങ്കിളിൻ്റെ ഏരിയ കിട്ടും. ഏരിയ ഓഫ് ട്രയാങ്കിൾ എ ബി സി കിട്ടും. ഓക്കെ, ഏരിയ ഓഫ് ട്രയാങ്കിൾ എ ഡി സി നമ്മൾ കണ്ടുപിടിച്ചു, എക്സ് ആണ്. പ്ലസ് ഏരിയ ഓഫ് ട്രയാങ്കിൾ ബി ഡി സി 3x ആണ്. ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും? ഏരിയ ഓഫ് ട്രയാങ്കിൾ എ ബി സി കിട്ടുമെന്നാണ് എഴുതിയിരിക്കുന്നത്. എക്സ് പ്ലസ് 3x 4x ഈസ് ഈക്വൽ ടു ഏരിയ ഓഫ് ട്രയാങ്കിൾ എ ബി സി. എക്സ് ആണ് വേണ്ടത്. ഇൻറ്റു 4 ഈക്വൽ ടുവിന് അപ്പുറത്തോട്ട് പോകുമ്പോൾ ഡിവൈഡഡ് ബൈ 4. അതായത് ഫ്രാക്ഷൻ എത്ര ഭാഗമായിട്ട് എഴുതുന്നു. അതുകൊണ്ട് 1/4 എഴുതിട്ടോ മിസ്. ഏരിയ ഓഫ് ട്രയാങ്കിൾ എ ബി സി, അതായത്
എക്സ് എന്ന് പറയുന്നത് എന്തായിട്ടാണ് എടുത്തിരിക്കുന്നത്? ഇവൻ്റെ ഏരിയ എന്ന് പറയുന്നത് വലിയ ട്രയാങ്കിളിൻ്റെ എത്ര ഭാഗമാണ്? 1/4 ഭാഗമാണെന്ന് കിട്ടി. ഇതല്ലേ ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത്. ഓരോ ചെറിയതിൻ്റെ ഏരിയ വലുതിൻ്റെ എത്ര ഭാഗമാണ്? ചെറുതിൻ്റെ ഏരിയ നമ്മൾ എക്സ് ആയിട്ട് എടുത്തു അല്ലേ? റേഷ്യോയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് എക്സ് എന്നും 3x എന്നും എടുത്തു. ഈ എക്സ് എന്ന് പറയുന്നത് എത്രയാണ്? ഇതാ നമുക്ക് കിട്ടി 1/4 ഏരിയ ഓഫ് ട്രയാങ്കിൾ ABC. ഈ വലിയ ട്രയാങ്കിളിൻ്റെ 1/4 ഭാഗമാണ്. ഇത് ഓൾറെഡി നമ്മൾ ആദ്യമേ എഴുതിയത് ഓർമ്മയുണ്ടോ? ഇത് 1/4, ഇത് 3/4 ആയിരിക്കുമെന്ന്. ഓക്കെ ആണോ? സെറ്റാണോ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇനി അടുത്ത ആൾ എക്സ് കിട്ടിയാൽ ഇനി 3x കണ്ടുപിടിക്കാമല്ലോ. ഏരിയ ഓഫ് ട്രയാങ്കിൾ BDC. ഏരിയ ഓഫ് ട്രയാങ്കിൾ BDC എന്ന് പറഞ്ഞാൽ എത്ര എക്സ് ആണ്? 3x ആണ്. 3x അതായത് 3 ഇൻറ്റു എക്സ് എത്രയാണ് നമുക്കിപ്പോൾ കിട്ടിയല്ലോ? 1/4 ഏരിയ ഓഫ് ട്രയാങ്കിൾ ABC. 3 ഇൻറ്റു 1 ദാറ്റ് ഈസ് 3/4 ഏരിയ ഓഫ് ട്രയാങ്കിൾ ABC എന്ന് കിട്ടി. ഇത് തന്നെ നമ്മൾ ഓൾറെഡി ആൻസർ കിട്ടിയതാണ്. പക്ഷെ അങ്ങനെ എഴുതാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഇത്രയും സ്റ്റെപ്പൊക്കെ ചെയ്ത് നമ്മൾ ആൻസറിലോട്ട് എത്തിയത്. അപ്പോൾ ഇപ്പോൾ പഠിപ്പിച്ച കാര്യങ്ങൾ മിസ് ഒന്നുകൂടി പറഞ്ഞു തരാം. എല്ലാവരും ശ്രദ്ധിച്ചിരുന്നേ. നമ്മുടെ കയ്യിലൊരു ട്രയാങ്കിൾ ഉണ്ടായിരുന്നു. ഈ ട്രയാങ്കിളിനെ 2 കുഞ്ഞ് ട്രയാങ്കിളായിട്ട് ഭാഗിച്ചു. അപ്പോൾ ഈ ഒരു ട്രയാങ്കിളിൻ്റെ എത്ര ഭാഗമാണ് അല്ലേ, വലുതിൻ്റെ എത്ര ഭാഗമാണ് കുഞ്ഞ് ട്രയാങ്കിളിൻ്റെ ഏരിയ, അതുപോലെ തന്നെ വലുതിൻ്റെ എത്ര ഭാഗമാണ് ഈ നീല ട്രയാങ്കിളിൻ്റെ ഏരിയ. അപ്പോൾ നമുക്കറിയാം ഈ CD ഏത് അംശബന്ധത്തിലാണോ AB മുറിക്കുന്നത് അതേ അംശബന്ധമായിരിക്കും ഈ 2 ട്രയാങ്കിൾസിൻ്റെ ഏരിയയുടെയും പരപ്പളവിൻ്റെയും അംശബന്ധം. അപ്പോൾ AD/DB എന്ന് പറയുന്നത് 2:6 ആണ്. അപ്പോൾ ഈ 2:6നെ 1:3 എന്ന് നമ്മൾ ചെറുതാക്കി എഴുതി. ഇതേ അംശബന്ധമായിരിക്കില്ല ഇവരുടെ എന്ത്? ഏരിയ ഓഫ് ട്രയാങ്കിൾ ADCയും ഏരിയ ഓഫ് ട്രയാങ്കിൾ BDCയും 1:3 തന്നെയാണ്. അപ്പോൾ ഈ ഒരു റേഷ്യോ ഏരിയ ആയിട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ എക്സ് കൊണ്ട് എന്ത് ചെയ്യണം? ഇൻറ്റു ചെയ്യണം. അപ്പോൾ ഏരിയ ഓഫ് ട്രയാങ്കിൾ ADC 1 ആണ് അല്ലേ? 1 ഇൻറ്റു എക്സ് ആയിട്ട് എടുത്തു. ഏരിയ ഓഫ് ട്രയാങ്കിൾ BDC എന്ന് പറയുന്നത് 3 ആണ്, അതായത് 3x എന്നായിട്ട് എടുത്തു. ഓക്കെ, 2 കാര്യങ്ങൾ സെറ്റ് ആണല്ലോ. ഇനി ഈ 2 പേരുടെയും ഏരിയ, അതായത് ഇവൻ്റെ ഏരിയ എക്സ്, ഇവൻ്റെ ഏരിയ 3x, 2 പേരുടെയും കുഞ്ഞ് ട്രയാങ്കിളിൻ്റെ ഏരിയ തമ്മിൽ കൂട്ടിയാലും വലിയ ട്രയാങ്കിളിൻ്റെ ഏരിയ കിട്ടും. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഇവിടെ പോയി അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. 2 ട്രയാങ്കിളിൻ്റെ ഏരിയ ADCയുടെയും BDCയുടെയും ഏരിയ കൂട്ടിയാൽ ABC വലിയ ട്രയാങ്കിളിൻ്റെ ഏരിയ കിട്ടും. 2 ട്രയാങ്കിളിൻ്റെ ഏരിയ നമ്മളിവിടെ എഴുതിയിട്ടുണ്ട്. എക്സും 3x കൂട്ടുമ്പോൾ ABCയുടെ ഏരിയ കിട്ടും. x + 3x 4x ഈസ് ഈക്വൽ ടു ഏരിയ ഓഫ് ട്രയാങ്കിൾ ABC. അവിടെ ഒന്നും മാറ്റമൊന്നുമില്ല കേട്ടോ. ഇനി എക്സ് കണ്ടുപിടിക്കണം. അപ്പോൾ ഈ ഇൻറ്റു 4 ഇപ്പുറത്തോട്ട് പോകുമ്പോൾ /4 ആവും. ആ /4 ഒന്ന് പുറത്തേക്ക് എടുത്തു എന്നാണിത്. 1/4 ഇൻറ്റു ഏരിയ ഓഫ് ട്രയാങ്കിൾ ABC. അതായത് എക്സ് എന്ന് പറഞ്ഞു, ആ സ്റ്റെപ്പ് മിസ് എഴുതിയിട്ടില്ല, കുഴപ്പമില്ല. എക്സ് എന്ന് പറയുന്നത് എന്തിൻ്റെ ഏരിയ ആണ്? ട്രയാങ്കിൾ ADC. ഇവൻ്റെ ഏരിയ എന്ന് പറയുന്നത് എന്താണ്? 1/4 ഏരിയ ഓഫ് ട്രയാങ്കിൾ ABC. വലിയ ട്രയാങ്കിളിൻ്റെ 1/4 ഭാഗമാണ് അവൻ്റെ ഏരിയ. ഇനി ഏരിയ ഓഫ് ട്രയാങ്കിൾ BDC 3x ആയിട്ടാണ് നമ്മൾ എടുത്തത് അല്ലേ? 3x ആയിട്ടാണ് എടുത്തത്. അപ്പോൾ 3 ഇൻറ്റു എക്സ് നമ്മളിവിടെ ഓൾറെഡി കണ്ടുപിടിച്ചു. 3 ഇൻറ്റു 1/4 ഏരിയ ഓഫ് ട്രയാങ്കിൾ ABC. എക്സിന് പകരം അവനെ കൊടുത്തു. 3 ഇൻറ്റു 1 3/4 ഏരിയ ഓഫ് ട്രയാങ്കിൾ ABC. അതായത് ഇവൻ്റെ ഏരിയ എന്ന് പറയുന്നത് എത്രയാണ്? 4/3 ഭാഗമാണെന്ന് കിട്ടി. ക്ലിയർ ആണോ? ഓക്കെ ആണോ? ടെക്സ്റ്റ് ബുക്കിൽ ഈ ട്രയാങ്കിളിൻ്റെ കൂടെ വേറൊരു ട്രയാങ്കിൾ കൂടി ഉണ്ട്. ഇതുപോലൊന്ന് നിങ്ങൾ കണ്ടുപിടിക്കോ? പറ്റോടാ? അടിപൊളിയായിട്ട് പറ്റും. കാരണം ഭയങ്കര എളുപ്പമാണ് അവനെയും കണ്ടുപിടിക്കാനായിട്ട്. ഓക്കെ, അപ്പോൾ എനിക്ക് വീണ്ടും വെള്ളം കുടിക്കാൻ സമയമായി. നിങ്ങൾക്ക് തോന്നിക്കാണുമല്ലേ? ഓക്കെ, അതെന്തോ സ്പീഡിൽ പറയുന്നത് കൊണ്ടാണെന്ന് തോന്നുന്നു, അല്ലെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് പറയുന്നത് കൊണ്ടാണെന്ന് തോന്നുന്നു. അണയ്ക്കുന്ന പോലെയൊക്കെ തോന്നുന്നു. നിങ്ങളാരും തെറ്റിദ്ധരിക്കേണ്ട, പ്രായമായതിൻ്റെ പേരിലൊന്നും അല്ല. എനിക്കത്ര പ്രായമൊന്നുമില്ല, ചുമ്മാ പറഞ്ഞതാട്ടോ. ഓക്കെ, അപ്പോൾ ഒന്ന് വാട്ടർ ഒന്ന് കുടിക്കട്ടെ, വെള്ളം കുടിച്ചോട്ടെ. ഈയിടെയായിട്ട് ഭയങ്കര ദാഹമാണ്. എപ്പോഴിങ്ങനെ വെള്ളം കുടിച്ചുകൊണ്ടേയിരിക്കാൻ തോന്നുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ലാസ്റ്റ് ക്വസ്റ്റ്യൻ കഴിഞ്ഞു കേട്ടോ. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണേ. ലാസ്റ്റ് ക്വസ്റ്റ്യൻ നല്ലൊരു 1.5 ക്വസ്റ്റ്യൻ തന്നെയാണ്. പക്ഷേ മിസ് ഏറ്റവും സിംപ്ലസ്റ്റ് മെത്തേഡിൽ നമുക്ക് ചെയ്തു പോകാം. ഇവനെയും എളുപ്പത്തിൽ കണ്ടുപിടിക്കാം. നേരത്തെ എഴുതിയ പോലെ തന്നെ നമുക്ക് ഡയറക്റ്റ് ആൻസറിലോട്ട് വരാം. പക്ഷെ അങ്ങനെ എഴുതാൻ പറ്റത്തില്ല. നമുക്ക് മാർക്ക് ഒരു 4 മാർക്കിനോ 3 മാർക്കിനോ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് സ്റ്റെപ്സ് വഴി തന്നെ എഴുതാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പോൾ സ്റ്റെപ്പ് ഇറങ്ങി ഇതാ ലാസ്റ്റത്തെ സ്റ്റെപ്പിലോട്ട് എത്തിയിട്ടുണ്ട്. ആൻഡ് ഇവിടെയും ഇപ്പോൾ ചെയ്ത എക്സ് മെത്തേഡ് ഇട്ട് തന്നെയാണ് ചെയ്യുന്നത്. ഓക്കെ, ഒരൊറ്റ മെത്തേഡ് പഠിച്ചാൽ കുറച്ചുകൂടി എളുപ്പത്തിൽ എല്ലാം ചെയ്തു പോകാം. ഇത്രയുള്ളൂടാ. The top vertex of a triangle is joined to the midpoint of the bottom side, and then the point divided this line into in the ratio 2:1 is joined to the other
2 vertices as shown in the picture below. ഓക്കെ, ഇത്രേ ഉള്ളൂ ഈ ഒരു ക്വസ്റ്റ്യൻ പറയുന്നതേ. ആദ്യം ഒരു ട്രയാങ്കിൾ തന്നിട്ട് നമുക്ക് വീണ്ടും ഇവന് പേരൊക്കെ കൊടുത്തേക്കും. ഇവന് പേരൊന്നും ഇല്ലാതിരിക്കുന്ന എ ബി സി ഡി എ ബി, ഇവിടെ ഒരു ലൈൻ ഉണ്ട്, എ ബി സി, എന്താ ഇവിടെ ഇ, എ ബി സി ഇ. ഓക്കെ, ആദ്യം പറയുന്നത് ഈ ഒരു ട്രയാങ്കിൾ സിയിൽ നിന്ന് എ ബിയിലേക്ക് തുല്യമായിട്ട് ഭാഗിച്ചു. തുല്യമായിട്ടെന്ന് പറഞ്ഞാൽ 1:1 എന്ന് പറയുന്ന അംശബന്ധത്തിലായിരിക്കുമല്ലോ മുറിക്കുന്നത്. ഓക്കെ, സെറ്റ്. ഇനി നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ആൻഡ് ദെൻ ദി പോയിന്റ് ഡിവൈഡഡ് ദിസ് ലൈൻ ഇൻടു 2:1. സി ഡി എന്ന് പറയുന്ന ലൈൻ വീണ്ടും ഇ എന്ന് പറയുന്ന പോയിന്റ് 2:1 എന്ന് പറയുന്ന റേഷ്യോയിൽ പിന്നെയും കട്ട് ചെയ്തു. ഓക്കെ, 1:1 ആണെങ്കിൽ ഇങ്ങനെ കട്ട് ചെയ്തത് 2:1 ആയിക്കോട്ടെ. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഈ നീല ട്രയാങ്കിൾ വലിയ ട്രയാങ്കിളിൻ്റെ എത്ര ഭാഗമാണ്, പച്ച ട്രയാങ്കിൾ വലിയ ട്രയാങ്കിളിൻ്റെ എത്ര ഭാഗമാണ്, ഓറഞ്ച് വലിയ ട്രയാങ്കിളിൻ്റെ എത്ര ഭാഗമാണ് കണ്ടുപിടിക്കാം. ആർ യു റെഡി ഗൈസ്? കണ്ടുപിടിക്കാം, സിമ്പിൾ. എല്ലാവരും നോക്കി, നമുക്ക് തന്നിട്ടുണ്ട് CE. ഇവിടെ നമുക്കൊന്ന് എഴുതിയേക്കാം AD:DB. തന്നിരിക്കുന്ന കാര്യങ്ങൾ എഴുതാം കേട്ടോ. AD:, അതുപോലെ തന്നെ DB 1:1. അതായത് അവർ മിഡ് പോയിന്റിലാണ് കാണും. 1:1 തുല്യമായിട്ട് ഭാഗിച്ചു എന്ന് പറഞ്ഞാൽ 1:1 ഭാഗിച്ചിരിക്കുന്നത്. ഇനി അടുത്തത് CE:ED. CE:ED എന്ന് പറയുന്ന റേഷ്യോ 2:1. അതായത് ഞാൻ ഈ ഒരു ട്രയാങ്കിൾ ഇങ്ങനെ വരച്ചു, ഈ ഒരു ട്രയാങ്കിൾ ഇങ്ങനെ വരച്ചു. എല്ലാവരും നോക്കിയടാ, ഇത് ഇ എന്ന് പറയുന്ന പോയിന്റ്, ഇത് ഡി, 1:2 സി. ആ ട്രയാങ്കിളിനൊന്ന് ഭാഗിച്ചതാണ് കേട്ടോ മിസ്, EBA. നമ്മൾ തൊട്ട് മുന്നേ ചെയ്ത ട്രയാങ്കിളില്ലേ, അതുപോലെ തന്നെ ഈ ഒരു ട്രയാങ്കിൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ട്രയാങ്കിൾ കേട്ടോ മിസ്, ഒരു റെഡ് ലേസറിൽ കാണിക്കുന്ന ട്രയാങ്കിൾ നോക്കാം. ഈ ഒരു ട്രയാങ്കിൾ എ എന്ന് പറയുന്ന വെർട്ടെക്സിൽ നിന്നും ഓപ്പോസിറ്റ് സൈഡിലേക്ക് വരച്ചിരിക്കുന്ന വര 1:2 എന്ന് പറയുന്ന റേഷ്യോ അല്ലെങ്കിൽ 2:1 എന്ന് പറയുന്ന അംശബന്ധത്തിലാണ് ഇവനെ കട്ട് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ അതേ റേഷ്യോ ആയിരിക്കില്ലേ ഈ രണ്ട് ട്രയാങ്കിൾസിൻ്റെ ഏരിയയും. ഓക്കെ, അതല്ലേ നമ്മൾ നേരത്തെ പഠിച്ചത്. നേരത്തെ നേരെ ഉണ്ടായിരുന്നു, ഇതൊന്ന് ചരിച്ചു വെച്ചിരിക്കുന്നു, അത്രേ ഉള്ളൂ. ഇനി ഇതാ ഇവനെ നോക്കി, ഈ ഒരു ട്രയാങ്കിൾ എടുത്തു കഴിഞ്ഞാൽ ഇവൻ്റെയും റേഷ്യോ സെയിം ആണ്. ബി എന്ന് പറയുന്ന വെർട്ടെക്സിൽ നിന്നും ഓപ്പോസിറ്റ് സൈഡിലേക്ക് ഒരു ലൈൻ കട്ട് ചെയ്യുന്നുണ്ട്. 2:1 എന്ന് പറയുന്ന അംശബന്ധമാണെങ്കിൽ ഈ ഒരു ട്രയാങ്കിളിൻ്റെയും ഏരിയ സെയിം തന്നെ ആയിരിക്കത്തില്ലേ അല്ലേ? അവൻ്റെ ബേസ് എത്ര സെൻറ്റിമീറ്റർ വെച്ചിട്ടാണോ അവനെ മുറിക്കുന്നത്, 2:1 ആണെങ്കിൽ ഈ രണ്ട് ട്രയാങ്കിൾസിൻ്റെയും ഏരിയയും എന്ത് തന്നെയായിരിക്കും, 2:1 തന്നെയായിരിക്കും. ഇവൻ്റെയും ഏരിയയും തന്നെയായിരിക്കും 2:1 ആയിരിക്കും. മനസ്സിലായോ? ഓക്കെ ആണോ? അതായത് ഈ ഒരു ട്രയാങ്കിൾ ഈ ഒരു ട്രയാങ്കിളിൻ്റെ ഏരിയ 2:1 ആണ്. അതുപോലെ തന്നെ ഇവൻ്റെ ഏരിയ ഇവൻ്റെ ഏരിയയും 2:1 ആണ്. ഇതാ നോക്കി, ഇവൻ്റെ ഏരിയ ഇവൻ്റെ ഏരിയ 2:1 എന്ന് പറയുന്ന അംശബന്ധം ആൻഡ് ഇവൻ്റെ ഏരിയ ഇവൻ്റെ ഏരിയ 2:1 എന്ന് പറയുന്ന റേഷ്യോ തന്നെയായിരിക്കും. ക്ലിയർ ആണല്ലോ? ഓക്കെ, അപ്പോൾ നമ്മൾ എഴുതാൻ പോകുന്നു. ഇതാ നോക്കുക, ഏരിയ ഓഫ് ട്രയാങ്കിൾ AEC, ഏരിയ ഓഫ് ട്രയാങ്കിൾ AEC ഏരിയ ഓഫ് ട്രയാങ്കിൾ AED എന്ന് പറയുന്നത് 2:1 തന്നെ ആയിരിക്കും. അപ്പോൾ മിസ് എഴുതാൻ പോകുന്നു, ഏരിയ ഓഫ് ട്രയാങ്കിൾ AEC ഏരിയ ഓഫ് ട്രയാങ്കിൾ ആരാണ്? AECയും AEDയും. ട്രയാങ്കിൾ അവിടെ ആയിപ്പോയല്ലേ? ഓക്കെ, ട്രയാങ്കിൾ AED എന്ന് പറയുന്നത് 2:1 ആണ്. അതുപോലെ തന്നെയാണ് ഈ ട്രയാങ്കിൾ അല്ലേ? ട്രയാങ്കിൾ ഏരിയ ഓഫ് ട്രയാങ്കിൾ എന്താണ്? BEC. ഏരിയ ഓഫ് ട്രയാങ്കിൾ BEC ഏരിയ ഓഫ് ട്രയാങ്കിൾ ആരാണ്? ഇത് BED. രണ്ടുപേരുടെയും ഏരിയയുടെ റേഷ്യോ എന്തായിരിക്കും? സെയിം ആയിരിക്കും. കാരണം എന്താണ്? കാരണം എന്താ ഒന്നുകൂടി മിസ് പറഞ്ഞു തരാം. ദാ എ എന്ന് പറയുന്ന പോയിന്റ്, ഈ ഒരു ട്രയാങ്കിൾ അല്ലെ, ഈ സൈഡിലെ ട്രയാങ്കിൾ മാത്രം എടുക്കുക, ഈ സൈഡിലെ ട്രയാങ്കിൾ മാത്രം എടുക്കുക. ഓക്കെ, ആ CD എന്ന് പറയുന്ന ലൈൻ രണ്ട് ട്രയാങ്കിളായിട്ട് ഭാഗിക്കുന്നില്ലേ? ലെഫ്റ്റ് സൈഡിലെ ട്രയാങ്കിൾ എടുത്തു കഴിഞ്ഞാൽ 2:1 എന്ന് പറയുന്ന അംശബന്ധത്തിലാണ് ഇവനെ മുറിക്കുന്നത്. അതായത് ഇവന്റെ ഏരിയയും അതേ റേഷ്യോയിലായിരിക്കും. നമ്മൾ നേരത്തെ ഫസ്റ്റ് പഠിച്ചു, സെക്കൻഡ് ക്വസ്റ്റ്യൻ ചെയ്തു, മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ചെയ്യുന്നത്. ആൻഡ് ഈ ഒരു ട്രയാങ്കിൾ എടുത്താൽ B എന്ന് പറയുന്ന ആൾ മുറിക്കുന്നത് അല്ലെ, BE എന്ന് പറയുന്ന സൈഡ് അല്ലെ,
ലൈൻ 2:1 എന്ന് പറയുന്ന റേഷ്യോയിനാണ് സി ഡിനെ മുറിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ രണ്ട് കുഞ്ഞു ട്രയാങ്കിൾസും അവൻ്റെ ഏരിയ പരപ്പളവിൻ്റെ അംശബന്ധവും 2:1 തന്നെയായിരിക്കും. ക്ലിയർ ആണോ? ഓക്കെ ആണോ? ഓക്കെ. അങ്ങനെയാണെങ്കിൽ ഇതാ നോക്കുക, അതായത് ഇവൻ്റെ ഏരിയ 2, ഇവൻ്റെ ഏരിയയും 2. അപ്പോൾ ഈ രണ്ടുപേരുടെ ഏരിയ സെയിം ആയിട്ട് വരത്തല്ലേ? ഓക്കെ ആണോ? രണ്ടുപേരുടെ റേഷ്യോ സെയിം അല്ലേ? അപ്പോൾ മിസ് ചെയ്താൻ പോകുന്നു. ഏരിയ ഓഫ് ട്രയാങ്കിൾ എ ഇ സിയും ഏരിയ ഓഫ് ട്രയാങ്കിൾ ബി ഇ സിയും 2ആണ്. അപ്പോൾ എക്സ് കൂട്ടി എഴുതുമ്പോൾ 2x എന്നായി. ഓക്കെ. ഇനി ഏരിയ ഓഫ് ട്രയാങ്കിൾ എ ഇ ഡിയും ബി ഇ ഡിയും 1 ആണല്ലേ? അപ്പോൾ അവരുടെ രണ്ടുപേരുടെ ഏരിയ സെയിം ആണ്. നമുക്ക് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞിട്ട് ഇത്രയും സ്റ്റെപ്പിൻ്റെ ആവശ്യമില്ല, നേരെ ഒറ്റ സ്റ്റെപ്പിൽ എഴുതി പോകാം. ഈ കൺഫ്യൂഷൻ ആവട്ടെ, അതുകൊണ്ടാണ് മിസ് ഇങ്ങനെ എഴുതുന്നത്. ട്രയാങ്കിൾ എ ഇ ഡി ഈസ് ഈക്വൽ ടു ഏരിയ ഓഫ് ട്രയാങ്കിൾ ബി ഇ ഡി 1 ആണ്. 1 × x 1x, അതായത് x എന്ന് കിട്ടി. ഓക്കെ ആണോ? സെറ്റാണോ? ഓക്കെ. അപ്പോൾ എല്ലാവരും നോക്കിക്കേ, ഈ ഒരു ട്രയാങ്കിൾസിൻ്റെ ഏരിയ എന്ന് പറയുന്നത് ഇതാ നോക്കാം. ഈ ഒരു ട്രയാങ്കിളിൻ്റെ ഏരിയ നമുക്ക് എത്രയായിട്ട് എടുത്തു? x അല്ല 2x അല്ലേ? 2x അല്ലേ ട്രയാങ്കിൾ എ ഇ സിയുടെ ഏരിയ എന്ന് പറയുന്നത്? എ ഇ സിയുടെ ഏരിയ 2x, ബി ഇ സിയുടെ ഏരിയ അതും 2x ആണ്. രണ്ടുപേരും സെയിം ആണ് അല്ലേ? സെയിം റേഷ്യോ ആയതുകൊണ്ട്. ഇനി അടുത്തത് ഏരിയ ഓഫ് ട്രയാങ്കിൾ എ ഇ ഡി ബി ഇ ഡി എക്സ് ആണ്. അതായത് എ ഇ ഡി ഇത് എക്സ് ആണ്, ബി ഇ ഡി എക്സ് ആണ്. അങ്ങനെയാണെങ്കിൽ പച്ചയുടെ ടോട്ടൽ ഏരിയ എക്സ് പ്ലസ് എക്സ്, അതും 2x ആയില്ലേ? അതായത് ഇവരുടെ ഏരിയനോട് തുല്യമാവൂലേ ഇവൻ്റെ ഏരിയയും? മനസ്സിലായ? പച്ചയുടെ ഏരിയ ഇത് എക്സ്, ഇത് എക്സ്. അപ്പോൾ ഈ ടോട്ടൽ എന്ന് പറയുന്നത് എക്സ് പ്ലസ് എക്സ്, ഏരിയ എന്തായി? 2x ആയി. ക്ലിയർ ആവുന്നുണ്ടോ? ഓക്കെ ആണോ? അപ്പോൾ നേരെ ആ സ്റ്റെപ്പ് മിസ് അങ്ങ് എഴുതിക്കോട്ടെ. ഏരിയ ഓഫ് ട്രയാങ്കിൾ എ ഇ ബി, അതായത് ഈ പച്ച കളറിലെ ട്രയാങ്കിളിൻ്റെ ഏരിയ നമ്മൾ ഓൾറെഡി എഴുതിയിട്ടുണ്ട് കേട്ടോ. ഏരിയ ഓഫ് ട്രയാങ്കിൾ എ ഇ ബി എന്ന് പറയുന്നത്, എ എന്താണ് എൻ്റെ ഇങ്ങനെ ഇരിക്കുന്നത്? ഓക്കെ. എ ഇ ബി എന്ന് പറയുന്നത് എക്സ് പ്ലസ് എക്സ് 2x ആയിട്ട് മാറി. ഓക്കെ. അപ്പോൾ എല്ലാവരും ജസ്റ്റ് ഒന്ന് വെറുതെ ചിന്തിച്ച് നോക്കിയടാ. ഇതാ ഇത് ഡിയുടെ ആവശ്യമില്ല, അവനും 2x ആണ്. ഓക്കെ. ഇവരുടെ ഏരിയ എല്ലാം സെയിം ആണ്. 2x 3 പേരുടെയും ഏരിയ സെയിം ആണെങ്കിൽ ഒരാളുടെ ഏരിയ 1/3 ഭാഗമല്ലേ? അല്ലേ? 3 പേരെ തുല്യമായിട്ടല്ലേ ഭാഗിച്ചിരിക്കുന്നത്. ഒരാളുടെ ഏരിയ അല്ലെങ്കിൽ ഒരാൾ വലുതിൻ്റെ എത്ര ഭാഗമായിരിക്കും? 1/3. നിങ്ങൾ നോക്കിക്കോ, 2x എല്ലാവരുടെ ഏരിയ വലുതിൻ്റെ സെയിം തന്നെ ആയിരിക്കും അല്ലേ? സെയിം ഭാഗം തന്നെ ആയിരിക്കും. കിട്ടുന്നത് എന്തായിരിക്കും? 3 തുല്യമായിട്ട് ഭാഗിച്ചിരിക്കുന്നു, 1/3 ആയിരിക്കും. നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം, പക്ഷെ അങ്ങനെ എഴുതാൻ പറ്റത്തില്ല. നമുക്ക് സ്റ്റെപ്പിൽ തന്നെ എഴുതി പോകണം. ഓക്കെ. അപ്പോൾ ഇവരുടെ എല്ലാവരുടെ ഏരിയ കിട്ടി. നേരത്തെ ചെയ്ത കൺസെപ്റ്റ് 2x 3 കുഞ്ഞ് ട്രയാങ്കിളിൻ്റെ ഏരിയ കൂട്ടിയാൽ എന്തിൻ്റെ ഏരിയ കിട്ടും? വലുതിൻ്റെ പരപ്പളവ് കിട്ടത്തില്ലേ? ഓക്കെ ആണോ? എഴുതിക്കോട്ടെ മിസ്. അപ്പോൾ ഞാൻ വീണ്ടും ഇനി ഈ ഒരു ട്രയാങ്കിളിൻ്റെ പേരുകൾ എഴുതുന്നില്ല കേട്ടോ. 2x പ്ലസ് ചെയ്യുമ്പോൾ വലുതിൻ്റെ ഏരിയ കിട്ടുമെന്ന് ഡയറക്റ്റ് എഴുതാൻ പോവുകയാണേ. ഓക്കെ. അപ്പോൾ നമുക്ക് നോക്കിയേക്കാം. 2x പ്ലസ് 2x. നിങ്ങൾ വേണമെങ്കിൽ ആ ഫിഗർ നോക്കിയിട്ട് ട്രയാങ്കിളിൻ്റെ പേര് എഴുതാട്ടോ, നല്ല ഭംഗിയിലൊക്കെ ഇരിക്കാനായിട്ട്. ഓക്കെ. എല്ലാവരുടെയും ഏരിയ തമ്മിൽ കൂട്ടിയാൽ ഏരിയ ഓഫ് ട്രയാങ്കിൾ എ ബി സി കിട്ടും, വലുതിൻ്റെ ഏരിയ കിട്ടും. അപ്പോൾ 2x കൂട്ടുമ്പോൾ എത്രയാണ്? 6x ഇസ് ഈക്വൽ ടു ഏരിയ ഓഫ് ട്രയാങ്കിൾ എ ബി സി. എക്സ് കണ്ടുപിടിക്കാൻ ഇൻറ്റു 6 ഇപ്പുറത്തോട്ട് പോകുമ്പോൾ എന്താകും? ഡിവൈഡഡ് ബൈ 6. അതായത് 1/6. നേരത്തെ 1/4 എന്നോ 1/3 എന്ന് എഴുതിയില്ലേ? അതുപോലെ തന്നെ ഏരിയ ഓഫ് ട്രയാങ്കിൾ എ ബി സി. എക്സ് കിട്ടിയാൽ ഇനി ഈ 2xകൾ എല്ലാവരുടെയും സെയിം ആണല്ലോ. ഒരാളെ കണ്ടുപിടിച്ചാൽ പോരെ? എല്ലാവരുടെയും ഏരിയ സെയിം അല്ലേ? ഓക്കെ. അപ്പോൾ നോക്കിയേക്കാം. ഏരിയ ഓഫ് ട്രയാങ്കിൾ 3 പേര് കേട്ടോ. ഏരിയ ഓഫ് ട്രയാങ്കിൾ എ ഇ സി അല്ലേ? എ ഇ സി എന്ന് പറയുന്ന ട്രയാങ്കിൾ ആൻഡ് ഏരിയ ഓഫ് ട്രയാങ്കിൾ ബി ഇ സി എ ഇ ബി. എല്ലാവരുടെ ഏരിയ ട്രയാങ്കിൾ ബി ഇ സി ട്രയാങ്കിൾ എ ഇ ബി എല്ലാവരുടെ ഏരിയ എന്ന് പറയുന്നത് 2x തന്നെയാണ് അല്ലേ? ഒറ്റ സ്റ്റെപ്പിൽ എഴുതി തീർക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. 2x ആണ്. അതായത് 2 × x എത്ര വന്നു? 1/6 ഏരിയ ഓഫ് ട്രയാങ്കിൾ എ ബി സി എന്ന് വന്നു. ഈ 6ഉം 2ഉം കട്ട് ചെയ്ത് പോകും 3ൽ. അതായത് 1/3 ഏരിയ ഓഫ് ട്രയാങ്കിൾ എ ബി സി. ഇതല്ലേ നമ്മൾ ആദ്യമേ പറഞ്ഞത്? 3 പേരെ തുല്യമായിട്ട് ഭാഗിച്ചു, അതിലൊരാൾ എത്രയാണ്? 1/3 ആയിരിക്കും. അതായത്
നീല പച്ച ചുമപ്പല്ലല്ലോ, നീല പച്ച ഓറഞ്ച്. ഓക്കെ, നീല പച്ച ഓറഞ്ച് എന്നീ ത്രികോണങ്ങളുടെ പരപ്പളവെന്ന് പറയുന്നത് വലുതിൻ്റെ 1/3 ഭാഗമാണ്. കിട്ടി. ഓക്കെ ആണോ? അപ്പോൾ ഇത് ഒന്നുകൂടി കേൾക്കണം എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒത്തിരി ടൈം എടുത്ത് ചെയ്ത ക്വസ്റ്റ്യൻ അല്ലേ, ചിലപ്പോൾ നിങ്ങൾക്ക് അങ്ങ് ഡൈജസ്റ്റ് ആയെന്ന് വരില്ല, കുറച്ച് പേർക്കെങ്കിലും. ഓക്കെ, അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ഒന്നുകൂടി ഒന്ന് വീഡിയോ കാണാം കേട്ടോ. ഓക്കെ, വീഡിയോ കണ്ട് ഒന്നുകൂടി ഒന്ന് മനസ്സിരുത്തി അങ്ങ് പഠിക്കാം. കുറേ മെത്തേഡ്സ് ഉണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നു നമ്മൾ ആദ്യം ചെയ്തത് ഡയറക്റ്റ് കണ്ടുപിടിക്കുന്ന മെത്തേഡാണ്, പക്ഷേ അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല കേട്ടോ. അതുകൊണ്ടാണ് നമ്മൾ എക്സ് വെച്ചിട്ട്, ഇത് ഓൾറെഡി നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ പഠിക്കുന്ന ഓൾജിബ്ര വെച്ച് പഠിക്കുന്നുണ്ട് റേഷ്യോസ്, അതുകൊണ്ടാണ് ഈ ഒരു മെത്തേഡ് ചൂസ് ചെയ്തത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റായി തന്നെ മനസ്സിലായെന്ന് കരുതുന്നു. റേഷ്യോസ് എന്ന് പറയുന്നത് എങ്ങനെയാണ്? A:B എന്ന് പറയുന്ന ഫോമിലാണ് എഴുതുന്നത്. ഏറ്റവും ചെറിയ രൂപത്തിൽ എഴുതുന്നു. 1:2 1/2 എന്ന് എഴുതാം. ആൻഡ് അതിൽ പഠിക്കാനുള്ളത് റെക്റ്റാങ്കിളിൻ്റെ ക്വസ്റ്റ്യൻസ്, റെക്റ്റാങ്കിളിൻ്റെ സൈഡുകൾ തന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ്, അതുപോലെ തന്നെ ആംഗിൾസിൻ്റെ ക്വസ്റ്റ്യൻസ്, റേഷ്യോ M:n. ആൻഡ് നമ്മളിപ്പോൾ ചെയ്തത് അല്ലെ എന്താണ്? ഒരു ട്രയാങ്കിളിൻ്റെ ഒരു വെർട്ടെക്സിൽ നിന്നും ഓപ്പോസിറ്റ് സൈഡിലേക്ക് ഒരു ലൈൻ വരച്ച് അവനെ മുറിക്കുന്ന അംശബന്ധം ആ രണ്ട് ട്രയാങ്കിൾസിൻ്റെ ഏരിയയുടെ അംശബന്ധത്തിനോട് തുല്യമായിരിക്കും. ഓക്കെ, എന്താണ് ഒരു ട്രയാങ്കിളിൻ്റെ ഒരു വെർട്ടെക്സിൽ നിന്നും ഓപ്പോസിറ്റ് സൈഡിലേക്ക് വരക്കുന്ന വര ഏത് റേഷ്യോയിലാണോ ആ വരയെ മുറിക്കുന്നത്, കട്ട് ചെയ്യുന്നത്, അതേ റേഷ്യോ ആയിരിക്കും അവ ബേസ് വരുന്ന ആ ട്രയാങ്കിളിൻ്റെയും ട്രയാങ്കിളിൻ്റെ ഏരിയയുടെ റേഷ്യോനോട് തുല്യമായിരിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് റേഷ്യോസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ളത്. അടിപൊളിയായിട്ട് പഠിക്കാം. കുറച്ച് ടോപ്പിക്സ് ആണുള്ളത് അല്ലേ. അപ്പോൾ എല്ലാവരും ഓരോ ക്വസ്റ്റ്യൻസ് ആയിട്ട് പഠിച്ച് അടിപൊളിയായിട്ട് എന്ത് ചെയ്യാം, ആൻസർ ചെയ്യാം. ആൻഡ് ഇന്നത്തെ ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ഇന്നത്തെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് എന്തിൽ വരാൻ ചാൻസ് ഉണ്ട്? ക്രിസ്മസ് പരീക്ഷയ്ക്കും ഓണപ്പരീക്ഷ കഴിഞ്ഞല്ലേ, ക്രിസ്മസ് പരീക്ഷയ്ക്കും ഫൈനൽ എക്സാമിനും വരാൻ സാധ്യതയുണ്ട്. സോ നന്നായി തന്നെ പഠിക്കണം കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് റേഷ്യോ ചാപ്റ്റർ റെഡി അല്ലേ, സെറ്റ് അല്ലേ? ഓക്കെ, യെസ്. അപ്പോൾ നമുക്ക് അടുത്ത ചാപ്റ്റർ ആയിട്ട് കാണാം. ഓക്കെ, ബൈ, താങ്ക് യു.